ബാക്ക് ടച്ച് ആണ് ചില സ്ഥലത്തും ഫീൽ ചെയ്തിട്ടുള്ളത്. ഇവര് നമ്മളെ പിടിക്കുന്ന രീതിയും നമ്മളെ വരുന്ന രീതിയൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും കംഫർട്ടബിൾ അല്ല. നിങ്ങൾക്ക് എയ്ഡ്സ് ഉണ്ടോ അതൊക്കെ അങ്ങനെയൊക്കെ ചോദിച്ചു തുടങ്ങി. വി നോ ഈ റിലേഷൻഷിപ്പ് ശരിയല്ല എന്നുള്ളത് നമുക്കറിയാം, പക്ഷെ നമ്മൾ അതിന് മാറില്ല. കൂടുതൽ സിനിമകൾ പറഞ്ഞത് നമ്മൾ തടീനെ വെച്ചിട്ട് കോമഡി ചെയ്യാം. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ പറയുകയാണെങ്കിൽ ബോഡി ഷേമിംഗ് ഒരു പരിധി വരെ അത് ഓക്കെയാണ്. അത് കഴിഞ്ഞാൽ അത് ബോറടിക്കാൻ തുടങ്ങും. എനിക്കത് മനസ്സിലായി. ഇത് ഇങ്ങനെ പോവുകയാണെങ്കിൽ ഞാൻ റോങ് ആയിട്ടുള്ള വേയിലാണ് പോണത്. ലാലേട്ടൻ തന്മേലിച്ചിട്ട് തന്നെ കാണുക ലാൽ മീഡിയയിൽ വെച്ചിട്ട്. ഞാൻ പറഞ്ഞു ദയവ് ചെയ്ത് മാറ്റേ, നമ്മൾ എന്ത് ചെയ്താലും ആ ആൾക്കാർ സാറ്റിസ്ഫൈഡ് അല്ല. സമൂസ ഉണ്ടാക്കുക, ബജ്ജി ഉണ്ടാക്കുക, അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ ഇവരൊക്കെ തന്നെ, അതായത് രാജുവായാലും ഇവരായാലും അവരെന്നെ പോയി പഠിച്ചിട്ട് അവരൊക്കെ ഉണ്ടാക്കും. കുറേ കാര്യങ്ങളുണ്ട് ലൈഫിൽ. അതിൽ ഒരു ഭാഗമാണ് മാത്രമാണ് സിനിമ. അല്ല സിനിമ തന്നെ ജീവിതം, സിനിമയാണ് മാത്രമാണ് ലൈഫ് എന്നുള്ള രീതിയിലല്ല. സിനിമയിൽ ഉണ്ട് ഇല്ല എന്ന് പറഞ്ഞാൽ ചെറിയൊരു പൊളിറ്റിക്സ് ഉണ്ട്. പണ്ടൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു അവർ എന്നോട് ചെയ്യണ തെറ്റല്ലേ. നമ്മളല്ലാതാക്കി മാറ്റുന്ന റിലേഷൻഷിപ്പ് ഒക്കെ ടോക്സിക് ആണ്. നമ്മുടെ ലൈഫിൽ നമുക്ക് സ്വന്തം എന്ന് പറയാൻ ആകെ കൂടി ഒരേ ഒരു കാര്യം നമ്മുടെ ഈ ബോഡി മാത്രമേ ഉള്ളൂ. നമുക്കൊരു സിറ്റുവേഷനിൽ നമ്മൾ ചെന്ന് പെടണമെന്നുണ്ടെങ്കിൽ നമ്മൾ പോയിട്ട് അവിടെ എത്തും. ആ ഒരു സർക്കംസ്റ്റാൻസിൽ പെടും. നമ്മൾ അത്രയും പ്രശ്നങ്ങൾ അനുഭവിക്കും. അന്ന് എനിക്ക് മനസ്സിലായി ഡൂയിങ് സംതിങ്, എന്തോ റോങ് ആണ് സംഭവം. അപ്പൊ അതിന് ശേഷമാണ് ഞാൻ ഡ്രിങ്ക്സ് കംപ്ലീറ്റ് ആയിട്ട് നിർത്തിയതൊക്കെ. ചതിക്കപ്പെട്ടിട്ടുണ്ടോ? തേപ്പ് നമുക്ക് ഒന്നാമത് നമ്മുടെ ഭാഗത്തായിരിക്കും തെറ്റുണ്ടാവുക. Make every wedding unforgettable with Joya Lucas Diamond Wedding Collection. Joya Lucas, world's favorite jeweler. സ്മാർട്ട് ഫോൺ പർച്ചേസിന് ഓക്സിജൻ നൽകുന്ന ഉറപ്പ്. ഏറ്റവും കുറഞ്ഞ വില, വമ്പിച്ച കളക്ഷൻസ്, ബെസ്റ്റ് ഫിനാൻസ്, ക്യാഷ് ബാക്ക് ആൻഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ. സ്മാർട്ട് ഫോണിന് ഓൺലി ഓക്സിജൻ. ഓക്സിജൻ, ദ സ്മാർട്ട് ഫോൺ എക്സ്പെർട്ട്. ഹലോ ആൻഡ് വെൽക്കം ടു മൂവി വേൾഡ് മീഡിയ. ഇറ്റ്സ് മീ നൂർജഹാൻ ആൻഡ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് വിജയ് ചേട്ടനാണ്. വെൽക്കം. താങ്ക് യു. നമ്മളിപ്പോൾ വീട്ടിലൊക്കെ വന്നിട്ടിരിക്കുകയാണ്. അതെ, അത് നല്ലൊരു സെറ്റപ്പ് ആണല്ലോ. ഈ ഒരു കൂടാരം ഇരിക്കാൻ വേണ്ടി കഥ ഡിസ്കസ് ചെയ്യാനും ഗസ്റ്റുകൾ വരുമ്പോൾ സംസാരിക്കാനൊക്കെ ആയിട്ട് ഒരു പണിതിട്ടൊരു സംഭവം. അപ്പോൾ എന്തൊക്കെയാണ് ചേട്ടാ ഏറ്റവും പുതിയ വിശേഷങ്ങൾ? പുതിയ വിശേഷം ഇപ്പോൾ സിനിമാപരമായിട്ടാണോ പേഴ്സണൽ ലൈഫിലാണോ എന്താണ് ഉദ്ദേശിക്കുന്നത്? രണ്ട് രീതിയിൽ നോക്കുവാണെങ്കിൽ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള വിശേഷങ്ങൾ. പോസിറ്റീവായിട്ടുള്ള വിശേഷങ്ങൾ സിനിമ ജീവിതം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഒരു 2 പടം ചെയ്തു, അഭിനയിച്ചു 2 പടം. അതിൻ്റെ ഒരെണ്ണത്തിൽ ചെറിയൊരു വേഷം ചെയ്തു ഞാൻ. സർവമായ നമ്മുടെ അഖിൽ സത്യൻ്റെ പടം, നിവിൻ പോളി പടം, അതിൽ ഞാൻ ചെറിയ വേഷം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് മിക്കവാറും ക്രിസ്മസിനുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഒരു പടത്തിൽ സെൻട്രൽ ക്യാരക്ടറായിട്ട് ചെയ്തിരുന്നു, ടോണി സേവിയർ എന്ന് പറഞ്ഞൊരു വർക്ക്. അത് കഴിഞ്ഞിട്ട് കുറച്ചായി. അതിന്റെ ഇപ്പോൾ റിലീസ് പ്രോസസ് ഒക്കെ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് കംപ്ലീറ്റ് കഴിഞ്ഞു. അപ്പോൾ അതിന്റെ റിലീസിങ് ഡിസ്ട്രിബ്യൂഷൻ സംഭവങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ ഓൺ പ്രൊഡക്ഷനാണ്. പിന്നെ ഒരു പടത്തിന് സ്ക്രീൻ പ്ലേ എഴുതി, സ്റ്റോറി സ്ക്രീൻ പ്ലേ കംപ്ലീറ്റ് ചെയ്തു. നമ്മുടെ മഞ്ഞുപോലെ പെൺകുട്ടിയിലൊക്കെ അഭിനയിച്ച ജയകൃഷ്ണൻ ഉണ്ടല്ലോ, അപ്പോൾ ജയകൃഷ്ണൻ ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിരിക്കുന്ന ഒരു ഫിലിം. അപ്പോൾ അതിന്റെ സ്ക്രീൻ പ്ലേ എഴുതി അത് സബ്മിറ്റ് ചെയ്തു. ഫസ്റ്റ് ഡ്രാഫ്റ്റ് കംപ്ലീറ്റ് ആയി. ഇപ്പം ഞങ്ങൾ അതിന്റെ സെക്കൻഡ് ഡ്രാഫ്റ്റിന്റെ മുകളിൽ ഇരിക്കുന്നു. അപ്പോൾ അത് മോസ്റ്റ് പ്രോബബ്ലി നെക്സ്റ്റ് ഇയർ ബിഗിനിങ് ആയിട്ട് എൻ്റെ ഷൂട്ട് തുടങ്ങണം എന്നുള്ളൊരു ആലോചന. കാസ്റ്റിംഗ് ഒന്നും ഇതുവരെ ഫിക്സ് ആയിട്ടില്ല, അതിന്റെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കണം. ഇപ്പോൾ ഈ സിനിമ എന്നൊരു പാട്ട് നോക്കുകയാണെങ്കിൽ ചേട്ടൻ്റെ ലൈഫിൽ അതിന് എത്രത്തോളം പ്രാധാന്യമുള്ള ഒരു സംഭവമാണ്? എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ നോക്കുമ്പോൾ കുറേ കാര്യങ്ങളുണ്ട് ലൈഫിൽ. അതിൽ ഒരു ഭാഗമാണ് മാത്രമാണ് സിനിമ. അല്ല സിനിമ തന്നെ ജീവിതം, സിനിമയാണ് മാത്രമാണ് ലൈഫ് എന്നുള്ള രീതിയിലല്ല. ഒരു പോർഷൻ സിനിമയാണ്, പക്ഷേ സിനിമയ്ക്ക് ഭയങ്കരമായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട് ലൈഫിൽ. കാരണം ഞാൻ എന്ത് പഠിച്ചതും സിനിമയിലൂടെയാണ്. എനിക്കിപ്പോൾ ഒരു ആളായിട്ട് ഇപ്പോൾ സംസാരിക്കാൻ പോലും ഞാൻ പഠിച്ചത് സിനിമയിലുള്ള കോൺവെർസേഷൻ കണ്ടിട്ടായിരിക്കും. കാരണം അത്രയ്ക്കധികം സിനിമകൾ നമ്മൾ കണ്ടുകൂട്ടിയിട്ടുണ്ട് വേൾഡ് വൈഡ് വെച്ച് നോക്കുമ്പോൾ. പിന്നെ മിനിമം ഞാനിപ്പോൾ ഒരു ദിവസം അറ്റ്ലീസ്റ്റ് 2 സിനിമകളും കാണും. അത് എൻ്റെ ഒരു 20ാമത്തെ വയസ്സ് തൊട്ടിട്ടുള്ള ഒരു ശീലാണ് ഇതുവരെ. മിനിമം ഇപ്പോൾ കുറേ മാസങ്ങളായിട്ട് സീരീസും, കാരണം ഈ OTT പ്ലാറ്റ്ഫോം വന്നതിന് ശേഷം കുറേ നമ്മൾ സീരീസും ഒക്കെ ഡ്രാമാസ് അങ്ങനത്തെ കുറേ സെക്ഷനിലേക്ക് പോയെങ്കിലും അറ്റ്ലീസ്റ്റ് നമ്മളൊരു 2 to 3 hours സിനിമയ്ക്ക് വേണ്ടി നമ്മൾ ഡെയിലി മാറ്റി വെക്കും. കാരണം നമ്മൾ അപ്ഡേറ്റഡ് ആവണ്ടേ എന്തൊക്കെയാണ് പുതിയ സംഭവങ്ങൾ. കാരണം നമ്മൾ 20 വർഷം മുന്നേ അഭിനയിച്ച പോലെ ആയിരിക്കില്ല നമ്മളിപ്പോൾ ഒരു പെർഫോം ചെയ്യണതായാലും ഇപ്പോൾ നമ്മൾ സ്ക്രീൻ പ്ലേയിൽ വർക്ക് ചെയ്യുമ്പോൾ ചെയ്യേണ്ടതായാലും പണ്ടത്തെ രീതി മാറ്റണ്ടേ. അപ്പോൾ നമ്മളെപ്പോഴും അപ്ഡേറ്റഡ് ആയിരിക്കണം. പക്ഷേ അപ്ഡേറ്റഡ് ആയിരിക്കണം എന്നുള്ള കോൺഷ്യസ് ആയിട്ടുള്ള തീരുമാനം. പക്ഷെ അല്ലെങ്കിൽ പോലും എനിക്ക് ഇഷ്ടമാണ് സിനിമ കാണാനും അതിനെക്കുറിച്ച് പഠിക്കാനും. നമ്മൾ ഇഷ്ടമുള്ള പ്രോസസ്സാണ്. ഒരുപാട് മൂവീസ് കാണുന്ന ഒരാളെന്ന നിലയിൽ എപ്പോഴെങ്കിലും ഡിറക്ഷനിലോട്ടോ സിനിമയുടെ ഒരു ബിഹൈൻഡ് ദ ക്യാം എപ്പോഴെങ്കിലും വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ഉണ്ടായിരുന്നു. ഞാൻ ഇടയ്ക്ക് ഒരു 2007-2008 ഒരു പടം അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അന്ന് സ്ക്രീൻ പ്ലേ എഴുതി. സ്ക്രീൻ പ്ലേ ഞാനല്ല, സ്ക്രീൻ പ്ലേ കലവൂർ രവികുമാറായിരുന്നു, രവിയേട്ടനായിരുന്നു.
അങ്ങനെ ഓൾമോസ്റ്റ് കാസ്റ്റിംഗ് ഒക്കെ ഫിക്സ് ആയി, ന്യൂ കമേഴ്സിനെ വെച്ചിട്ട് പ്ലാൻ ചെയ്തു, എല്ലാം ഫൈനലായി. പക്ഷേ പ്രൊഡക്ഷൻ സൈഡിൽ നിന്നൊരു പാളിച്ച വന്നപ്പോൾ അത് നടക്കാൻ പറ്റിയില്ല. അന്ന് ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു ആ പ്രോജക്റ്റ്. പിന്നീട് ഒരിക്കൽ ചൂടുവെള്ളത്തിൽ വീണ പച്ചവെള്ളം കണ്ടാലും പേടിക്കും പറഞ്ഞ പോലെ. കാരണം അന്നൊരു 1 വർഷം 1.5 വർഷം നമ്മൾ കുറെ അനുഭവിച്ചിരുന്നു ഇതിന്റെ ബാക്കിലുള്ള. കാരണം സിനിമയിൽ ഉണ്ട് ഇല്ല എന്ന് പറഞ്ഞാൽ ചെറിയൊരു പൊളിറ്റിക്സ് ഉണ്ട്. പക്ഷെ അത് ഭയങ്കരമായിട്ട് പാഠമായിരുന്നു. പക്ഷെ ഇനി ഇറങ്ങുമ്പോൾ നമ്മൾ കുറച്ചും കൂടിയും പഠിച്ചിട്ടൊക്കെ ആയിരിക്കും ഇറങ്ങുക. അപ്പോൾ ഇപ്പോൾ ഞാൻ വീണ്ടും ബിഹൈൻഡ് ദ ക്യാമറ സ്ക്രീൻ പ്ലേ എഴുതി, സ്ക്രീൻ പ്ലേ കംപ്ലീറ്റ് ആക്കി ഒരു വർക്കിന്റെ ഇനി നോക്കണം. ചിലപ്പോൾ ഇൻ ഫ്യൂച്ചർ ഡയറക്ടർ താല്പര്യമൊക്കെ ഉണ്ട്. ഈ സിനിമയിൽ ഒരു കുഞ്ഞി പൊളിറ്റിക്സ് ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്ക്, അതായത് നമുക്ക് എത്ര കഴിവുള്ള ഒരാളാണെങ്കിലും സർവൈവ് ചെയ്യാനായിട്ട് എന്താ ബേസിക്കലി അപ്പോൾ നീഡഡ് ആയിട്ടുള്ള സംഭവം? ജെന്യൂനായിട്ട് ഇരിക്കുക. നമ്മൾ ജെന്യൂനായിട്ട് ഇരിക്കുക, അത്ര തന്നെ വേണ്ടോ? അത്രേ ഉള്ളൂ. പിന്നെ അനുഭവിക്കാനുള്ളതൊക്കെ നമ്മൾ എവിടെ പോയില്ലെങ്കിലും ഇപ്പോൾ വീട്ടിലേക്ക് അന്വേഷിച്ച് വരും. നമുക്ക് കിട്ടാനുള്ളതൊക്കെ ഇങ്ങോട്ട് വരും. നമ്മളിനി എന്തൊക്കെ സേഫ് ആയിട്ടിരുന്നാലും നമുക്കൊരു സിറ്റുവേഷനിൽ നമ്മൾ ചെന്ന് പെടണമെന്നുണ്ടെങ്കിൽ നമ്മൾ പോയിട്ട് അവിടെ എത്തും. ആ ഒരു സർക്കംസ്റ്റാൻസസിൽ പെടും. നമ്മൾ അത്രയും പ്രശ്നങ്ങൾ അനുഭവിക്കും. ഇഫ് ഇറ്റ് ഇസ് മെന്റ് ടു ബി ഇറ്റ് വിൽ ബി എന്ന് പറയുന്ന പോലെ അനുഭവിക്കാനുള്ളതൊക്കെ നമ്മൾ അനുഭവിക്കും. പക്ഷേ മാക്സിമം ജെന്യൂനായിട്ട് ഇരിക്കുക, ആരെയും ഹേർട്ട് ചെയ്യാതിരിക്കുക. ഹേർട്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടാനാ? ഐ ബിലീവ് ഇൻ കർമ്മ അലോട്ട്. ഞാൻ ഭയങ്കരമായിട്ടുള്ള ഒരു കർമ്മ ബിലീവറാണ്. ആണല്ലേ? അതെ. എങ്ങനെയാ പണ്ട് മുതലേ അങ്ങനെയുള്ളതാണോ, അല്ലെങ്കിൽ ചില അനുഭവങ്ങളാണല്ലോ നമുക്ക് ചിലതൊക്കെ കൊണ്ടുതരുന്നത്? കർമ്മയിൽ വിശ്വസിക്കാനായിട്ടുള്ള ഒരു കാരണം എന്തായിരിക്കും? കൂടുതൽ നമ്മളൊരു സ്പിരിച്വലി ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഒരു തോട്ടായിരുന്നു തുടക്കം തൊട്ട് തന്നെ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ പറയില്ലേ, ഇപ്പോൾ ഞാൻ ഇൻഡസ്ട്രിയിൽ വന്നതിന് ശേഷം ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്, അതായത് വിജീഷ് ചെയ്യേണ്ട വേഷമാണ് അവർ ചെയ്യണത്, ആ വേഷങ്ങളൊക്കെ വിജീഷ് ചെയ്യേണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല. അതായത് അവർ ചെയ്യേണ്ടത് അവർക്ക് കിട്ടും, അത്രേ ഉള്ളൂ. ഇപ്പോൾ ചക്രം എന്ന് പറഞ്ഞൊരു ഫിലിം ഞാൻ ലോഹി സാറിൻ്റെ കൂടെ ചെയ്യുന്ന സമയത്ത്, അത് ലാൽ സാർ, മോഹൻലാൽ സാറും ദിലീപേട്ടനും കൂടിയിട്ട് അഭിനയിച്ച ഫിലിം. കമൽ സാറ് ഡയറക്ഷൻ, ലോഹി സാറ് റൈറ്റർ ആയിട്ട് 22 ദിവസം ഷൂട്ട് ചെയ്ത ഫിലിമാണ് അത്. എന്നിട്ട് നിൽക്കുകയും കുറേ കാലത്തിന് ശേഷം അത് വീണ്ടും ചെയ്യാൻ വേണ്ടിയിട്ട് ലോഹി സാറ് ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്ന സമയത്ത് കാസ്റ്റ് ചെയ്തത് രാജുവിനെയും എന്നെയാണ്, പൃഥ്വിരാജിനെയും എന്നെയാണ് കാസ്റ്റ് ചെയ്തത്. അപ്പോൾ അത് ദിലീപേട്ടൻ ചെയ്യേണ്ട വേഷമാണ് ഞാൻ ചെയ്തത്. അത് എനിക്ക് പറഞ്ഞേക്കാളും മുന്നേ അത് ജയസൂര്യായിരുന്നു, ജയനായിരുന്നു കാസ്റ്റ് ചെയ്തത്. അപ്പോൾ സ്വപ്നം കൂടെ സമയത്ത് ഞങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ അവരിങ്ങനെ ഡിസ്കസ് ചെയ്യണം, കേൾക്കാം അതിനെ കുറിച്ച്. പക്ഷെ പിന്നീട് അവസാനം ജയനും എന്തോ തിരക്ക് വന്ന് മാറി, അവസാനം അത് എനിക്ക് വന്നു. വരാനിരിക്കുന്ന സാധനം എങ്ങനെയായാലും നമുക്ക് വരും. അത് ആ ഫൈനൽ മൊമെന്റിലാണ് വന്നത്. അപ്പോൾ എനിക്കുള്ളത് എനിക്ക് തന്നെ വരും. പിന്നെ അതല്ല, ഇപ്പോൾ വേറൊരു ആർട്ടിസ്റ്റ് ആണ്, എനിക്ക് ഉദ്ദേശിച്ച ക്യാരക്ടർ അങ്ങനെയൊന്നുമില്ല, അവർക്ക് കിട്ടേണ്ട ക്യാരക്ടറാണ് അവർ ചെയ്യണത്. എല്ലാം പറഞ്ഞ് ഫിക്സ് ചെയ്ത് വെച്ചിട്ട് അവസാന നിമിഷം പോയിട്ടുള്ള നല്ല കഥാപാത്രങ്ങളുണ്ടോ? ഇപ്പോഴും അത് ഓർത്തിട്ട് അയ്യോ അതെനിക്ക് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന് തോന്നിയിട്ടുള്ള കഥാപാത്രങ്ങളുണ്ടോ? നല്ല കഥാപാത്രങ്ങളില്ല, പക്ഷെ ഒരുപാട് സിനിമകളുണ്ട്. പറഞ്ഞ് ഫിക്സ് ചെയ്തിട്ട് അവർ ഷൂട്ടും തുടങ്ങി, എന്നെ വിളിക്കണ കാണാനില്ല. ആദ്യം പറഞ്ഞു വെച്ചിട്ട് ആദ്യം പറഞ്ഞു വെച്ചു, റെമ്യൂണറേഷൻ ഫിക്സ് ചെയ്തു, ഡേറ്റ് ഫിക്സ് ചെയ്തു, ഒക്കെ ഫിക്സ് ചെയ്ത് ഞാനിങ്ങനെ വിളിക്കാൻ എപ്പോൾ വിളിക്കും, ഇപ്പോൾ എന്നെ വണ്ടി വരും കൊണ്ടുപോകാനൊക്കെ പറഞ്ഞിരിക്കുന്നു. പക്ഷേ പിന്നെ വിളിയൊന്നും കണ്ടില്ല. അപ്പോൾ ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് വിളിക്കണം, എന്തായി ഷൂട്ട് തുടങ്ങിയില്ല? അത് തുടങ്ങി, അത് ഈ ആർട്ടിസ്റ്റിനെ വെച്ച് തുടങ്ങി. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിനൊക്കെ ഒരുപാട് സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. അതെന്തായിരിക്കും കാരണം? ഒന്നും പറയില്ല. അപ്പോൾ പണ്ടൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു അവർ എന്നോട് ചെയ്യണ തെറ്റല്ലേ, ഭയങ്കര ക്രൂരതയാണ് കാണിക്കുന്നതൊക്കെ ഞാൻ പണ്ട് വിചാരിച്ചിരുന്നു. പക്ഷെ പിന്നീട് നമ്മൾ വയസ്സ് പ്രായമാകും തോറും നമുക്ക് മനസ്സിലാവണം, അതായത് അവരവരെ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഓരോ കാര്യങ്ങളല്ലേ. ചിലപ്പോൾ അത് വേറൊരു ആർട്ടിസ്റ്റിന് വെച്ചതായിരിക്കാം, എനിക്കില്ലാതായിരിക്കാം. പിന്നെ അവർ ഇപ്പോൾ എന്താ പറയുക, അവരുടെ ഭാഗം സേഫ് ആക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കുറെ കാര്യങ്ങളല്ലേ. അതിനിപ്പോൾ നമുക്ക് കുറ്റമൊന്നും പറയാൻ പറ്റില്ലല്ലോ. അതിലിപ്പോൾ നമ്മൾ എഫക്റ്റഡ് ആയി, പക്ഷെ അതിൽ വിഷമിച്ചിട്ടൊന്നും കാര്യമില്ല. നമ്മൾ നമ്മുടെ കാര്യം നോക്കി മുന്നോട്ട് പോകാന്നല്ലാതെ. നേരത്തെ പറഞ്ഞായിരുന്നല്ലോ സിനിമയിൽ എന്തൊക്കെ പറഞ്ഞാലും കുറച്ച് ഇന്നർ പൊളിറ്റിക്സ് ഒക്കെ ഉണ്ടെന്ന്. മേ ബി അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കുമോ അങ്ങനെ മേ ബി പറഞ്ഞ റോള് മാറിപ്പോയത്? ആയിരിക്കാം. ഇന്നർ പൊളിറ്റിക്സിനേക്കാൾ കൂടുതൽ സർവൈവലാണ്. സർവൈവൽ മോഡിലാണല്ലോ എല്ലാവരും ഇരിക്കുന്നത്. എല്ലാവർക്കും ജീവിച്ചല്ലേ പറ്റുള്ളൂ, അവർക്ക് ജീവിക്കണ്ടേ. അപ്പൊ അവർക്ക് അവരുടെ സേഫ് സൈഡ് നോക്കണോ, അത്രേ ഉള്ളൂ. സിനിമയിൽ നല്ല ഫ്രണ്ട് സർക്കിൾ അങ്ങനെ പറയാനാണെങ്കിൽ നല്ലൊരു സർക്കിൾ ഉണ്ടോ, അല്ലെങ്കിൽ നല്ല സൗഹൃദങ്ങളുണ്ടോ? നമ്മളുടെ ഗ്രൂപ്പ് ഇപ്പോഴും ആക്റ്റീവാ ആണ്. സിദ്ധു, ദിനേശൻ, പ്രശാന്ത്, ശ്രീകുമാർ, ഞങ്ങൾക്കൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ഇപ്പോഴും ഞങ്ങൾ ഇടയ്ക്ക് കാണുകയും ഡിസ്കസ് ചെയ്യുകയും ഞങ്ങൾ ഒരുമിച്ച് ഇനിയിപ്പോൾ ഒരു സിനിമ അഭിനയിക്കാനും ഞങ്ങൾക്കൊരു ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളുടെ ഗ്രൂപ്പായിട്ട് ചെയ്യണമെന്നൊക്കെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ ആക്റ്റീവാണ്. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കോൺടാക്ട് ഒക്കെ ഉണ്ട്. ചിലപ്പോൾ ഞങ്ങൾ നാളെ ഒന്ന് മീറ്റ് ചെയ്തേക്കും. അതെ. അപ്പോൾ നിങ്ങളുടെ ഒരു ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരാള് നമ്മുടെ ജിഷ്ണു ചേട്ടനാ.
അതെ. അപ്പോൾ നിങ്ങളിങ്ങനെ ഒരു ഗ്രൂപ്പ് ഗെറ്റ് ടുഗെദർ ഒക്കെ നടത്തുന്ന സമയത്ത് ചേട്ടൻ്റെ വീട്ടിലൊക്കെ പോവാറോ അങ്ങനെയൊക്കെ ഉണ്ടോ ഇടയ്ക്കൊക്കെ? ഈ നമ്മൾ കഴിഞ്ഞിട്ട് ഒരു വർഷത്തോളം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് പോവുകയും വീട്ടിൽ പോയി താമസിക്കുകയും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് എല്ലാവരും ബിസി ആയി പോയി. എല്ലാവരും ഇപ്പൊ ജിഷ്ണു പ്രകാരം ഡൽഹിയിലായിരുന്നു, സിദ്ധുവിന്റെ തിരക്ക് ഡയറക്ഷൻ അങ്ങനെയായിട്ട് മുന്നോട്ട് പോയി അങ്ങനെയായിരുന്നു. പക്ഷെ ഞങ്ങൾ ഫോൺ ത്രൂ ഞങ്ങൾ സംസാരങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ റീസെന്റ് ഞങ്ങൾ ഇടയ്ക്ക് ഒന്ന് മീറ്റ് ചെയ്യണം എന്നുള്ളൊരു നിർബന്ധമായിട്ട് ഞങ്ങൾ വെക്കുകയും ഇടയ്ക്ക് ഒരു 1 in 6 months ഞങ്ങളൊന്ന് മീറ്റ് ചെയ്യും, സംസാരിക്കും. അതെ. അതുപോലെ തന്നെ ഒരു ഫ്രണ്ട് സർക്കിൾ പറയാനാണെങ്കിൽ മാറ്റി നിർത്താൻ പറ്റാത്ത മൂവിയാ സ്വപ്നക്കൂടും അല്ലേ? അപ്പോൾ അതിലെ കണക്ഷൻസ് എങ്ങനെയാ ഇൻഡിവിജ്വലി ഓരോരുത്തരായിട്ടുള്ള? ഞങ്ങൾ സിനിമയ്ക്ക് പുറമെ അങ്ങനെ ഞാൻ വലിയ കോണ്ടാക്ട് അങ്ങനത്തെ സംഭവമൊന്നുമില്ല. പക്ഷെ ഞങ്ങൾ അടുത്ത സുഹൃത്തുക്കളാണ്. ഇപ്പൊ ചാക്കോച്ചനായാലും ജയനായാലും രാജായാലും ഞങ്ങൾ നല്ല സുഹൃത്തുക്കളൊക്കെ തന്നെയാണ്. പക്ഷെ ഇങ്ങനത്തെ കോണ്ടാക്റ്റും സംസാരങ്ങളും അങ്ങനത്തെ ഒന്നും ഇല്ല. കാണുമ്പോൾ ഞങ്ങൾ നല്ല സുഹൃത്തുക്കളൊക്കെ. അന്ന് പോണ്ടിച്ചേരിയില് അതെ. അയ്യോ 4-5 ഷെഡ്യൂൾ എടുത്ത പടാത്. അന്നൊന്ന് പോണ്ടിച്ചേരി കിടന്ന് വിലസിയും തോന്നല്ലോ. പോണ്ടിച്ചേരി കിടന്ന് കറങ്ങി. ഇപ്പോഴും പോണ്ടിച്ചേരി വഴി പോകുമ്പോ ഈ സ്വപ്നക്കൂട് മെമ്മറീസ് ആയിരിക്കുമല്ലോ. സ്വപ്നക്കൂട് മെമ്മറീസ് ഉണ്ട്, ഒരുപാട് മെമ്മറീസ് ഉണ്ട്. പാൻ വിൽക്കണതും പാൻ വിൽക്കണ മൂലയും നല്ല രസമായിരുന്നു. അതെ. എനിക്ക് ഇങ്ങനെ പെട്ടെന്ന് മൈൻഡിലോട്ട് വരുന്നത് കൊച്ചിൻ ഹനീഫ ഇക്കൻ്റെ അടുത്തൊക്കെ ദേഷ്യപ്പെടുന്നതും ഇതൊക്കെ എടുത്തുകൊണ്ട് പോകുന്നൊക്കെ പറഞ്ഞിട്ട് റൂമിൽ നിന്നൊക്കെ മാറ്റുന്നതും ഒക്കെയാ. ശരിക്കും ആ മൂവിയിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സീൻ എന്തായിരിക്കും? നിങ്ങളുടെ ഒരു കോമ്പിനേഷൻ സീൻസ് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ എല്ലാവരും വെച്ചിട്ട് കോമ്പിനേഷൻ സീൻസ് അത് ഗ്രൂപ്പിലെല്ലാവരും യാതൊരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഈഗോ ഇല്ലാത്തതുകൊണ്ട് മൊത്തം ഷൂട്ട് പ്രോസസ് തന്നെ രസമായിരുന്നു. ഇപ്പോൾ ഈവൻ ഇപ്പോൾ ആർട്ടിസ്റ്റുകൾ മാത്രമല്ല, എൻ്റെ ടെക്നീഷ്യൻ ഇപ്പോൾ കമൽ സാറിൻ്റെ ടീമാണ്. എല്ലാവരും നമ്മളെ പരിചയമുള്ള ആൾക്കാരാണ്, അസോസിയേറ്റ്സ് ആയാലും അസിസ്റ്റൻസ് ആയാലും. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഷൂട്ട് കഴിഞ്ഞാലും ചിലപ്പോൾ ഒരുമിച്ച് കൂടുകയും കുറേ നേരം സംസാരിക്കുകയും അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് പ്രത്യേകിച്ച് ഒരു എടുത്ത് പറയത്തക്ക ഒരു സീൻ ഒന്നും അങ്ങനെയില്ല. അത് കുറേ സോങ് ഷൂട്ട് സമയത്ത് അവിടെ ഈ സമൂസ ഉണ്ടാക്കുക, ബജ്ജി ഉണ്ടാക്കുക, അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ ഇവരൊക്കെ തന്നെ, അതായത് രാജു ആയാലും ഇവരായാലും അവരെന്നെ പോയി പഠിച്ചിട്ട് അവരൊക്കെ ഉണ്ടാക്കും. സോങ് കട്ടിന് വേണ്ടിയിട്ട് അവരപ്പോഴേക്ക് സ്പോട്ടിൽ പഠിക്കും. ഒക്കെ നല്ല രസമായിരുന്നു. ഈ നമുക്കിപ്പോ വിജീഷ് എന്ന് പറഞ്ഞതിനേക്കാളും കൂടുതൽ ആളുകൾക്ക് പെട്ടെന്ന് മൈൻഡിലോട്ട് വരുന്ന നൂലുണ്ടാന്നുള്ള പേരാ. ഈ പേര് സത്യത്തിൽ പറഞ്ഞാല് സിനിമയിലോട്ട് വന്നപ്പോ കിട്ടിയ പേരാണോ അതോ സിനിമ ഫസ്റ്റ് നമ്മൾ അതിനകത്തുള്ള ക്യാരക്ടർ ലൈക്ക് അങ്ങനെ വന്ന പേരാണ് അതിന് മുമ്പ്? അതെ. ശരിക്കും പറഞ്ഞാൽ അപ്പൊ ആ ഒരു ടൈമില് ആ പേര് എൻജോയ് ചെയ്തിരുന്നോ അതോ വിഷമം ഉണ്ടായിരുന്നോ? അല്ലെ മേ ബി അങ്ങനെ ഇനി പറയാൻ പറ്റില്ലല്ലോ. അത് ഒരു പയ്യന്റെ ശരിക്കുള്ള പേരാണ്, ശരിക്കുള്ള പേരല്ല, അവരെ ശരിക്കും കളിയാക്കിയ പേരാ. അല്ല ലൈക്ക് പൊതുവേ ഇപ്പൊ മണ്ണുള്ളവർക്കൊക്കെ ആണെങ്കിലും പല പല പേരിട്ടിട്ട് വിളിക്കുമല്ലോ. ഇപ്പൊ നമുക്ക് അറിയില്ലല്ലോ ഇനി അങ്ങനെ വിളിച്ചിട്ടുണ്ടോ. ഇപ്പൊ പക്രു ചേട്ടനാണെങ്കിൽ അങ്ങനെയൊക്കെ പേരൊക്കെ വരുമല്ലോ. അപ്പൊ അങ്ങനെ വന്നിട്ടുണ്ടോ? മോട്ടു എന്ന് വിളിച്ചായിരുന്നു എന്നെ കൂട്ടുകാർ. ഞാൻ ഖത്തറിലായിരുന്നല്ലോ പഠിച്ചൊക്കെ. കൂടുതൽ ഞങ്ങളുടെ കോൺവെർസേഷൻ ഹിന്ദിയിലേക്ക് ആയിരിക്കും. മോട്ടു കിതരെ, മോട്ടു കബിയാറെ, അങ്ങനെ മോട്ടു തന്നെ വിളിച്ചായിരുന്നു. അല്ലാതെ നൂലുണ്ടാന്നുള്ള പേര് സിനിമയിൽ വന്നതിന് ശേഷം. അപ്പൊ ആ പേര് ശരിക്കും പറഞ്ഞാൽ എങ്ങനെ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ടൈമിൽ? അതോ പിന്നീട് എല്ലാവരും അങ്ങനെയൊക്കെ വിളിക്കുന്ന സമയത്ത് വിഷമമുള്ള കൂട്ടത്തിലായിരുന്നു? വിഷമമൊന്നുമില്ല, അറിയാം. അത് ഭയങ്കര എനിക്ക് ഇപ്പൊ ഭയങ്കര ഭാഗ്യമായിട്ട് തോന്നുന്നു. കാരണം വെച്ചാല് നൂലുണ്ടാന്ന് പറഞ്ഞാലാണ് അറിയാം. എന്നെ കണ്ടാലും മനസ്സിലാവില്ല ബേസിക്കലി. ഇപ്പൊ ആ രൂപത്തിൽ ഇപ്പൊ ഈ രൂപത്തിൽ കണ്ടാലും പെട്ടെന്ന് മനസ്സിലാവില്ല ഇത് തന്നെയാണോ അതെന്നൊക്കെയാണ്. പക്ഷെ എനിക്ക് ആ ക്യാരക്ടർ കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അങ്ങനത്തെ ഒരു നൂലുണ്ടാന്നുള്ള പേര് വന്നതിലും ഭയങ്കര സന്തോഷമുണ്ട്. അതെ. ഈ പഴയ സീൻസ് ഒക്കെ ഇതേപോലെ ടി വിയിൽ ഒരു പ്രത്യേക ഭാഗ്യമാണല്ലോ. അതായത് ഒരു മേക്ക് ഓവർ കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും ചിലർക്കൊക്കെ മേക്ക് ഓവറിന് മുമ്പത്തെ ചിലപ്പോൾ ഒരു ഫോട്ടോ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതൊരു ഫുൾ മൂവി തന്നെ കിടക്കുകയാണ് ഇത് കാണാനായിട്ട്. സ്ക്രീനിൽ ടി വിയിലൊക്കെ ഇങ്ങനെ സിനിമയൊക്കെ വരുമ്പോഴത്തേക്കേ എന്ത് ഫീൽ ചെയ്യുന്നത്? അങ്ങനെ പ്രത്യേകിച്ച് ഫീലൊന്നുമില്ല. എനിക്ക് അങ്ങനെ വലിയ മാറ്റങ്ങളൊന്നും ഫീൽ ചെയ്യണമൊന്നുമില്ല. പക്ഷെ ഞാൻ ഇത് കണ്ടപ്പോ, അതായത് നമ്മളും ചക്രം സ്വപ്നക്കൂട് ആ സമയത്ത് അതൊക്കെ കണ്ടിട്ട് പിന്നെ ട്രാൻസ്ഫോർമേഷൻ നടന്നിരുന്ന സമയത്ത് ചെയ്ത സിനിമയാണ് നരൻ എന്ന് പറഞ്ഞത്, ലാൽ സാറിന്റെ കൂടെ. അതിൽ അത്രയ്ക്ക് തടിയില്ല, കുറവാ. പക്ഷെ ക്ലാസ്മേറ്റ്സ് കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ക്ലാസ്മേറ്റ്സ് കണ്ടപ്പോൾ ഞാൻ ഒരിക്കലും ഇത്രയ്ക്ക് കുറയണമെന്ന് വിചാരിച്ചല്ല, തടി ഇത്രയ്ക്ക് കുറയണമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. പക്ഷെ ഇത്രയ്ക്കധികം കുറഞ്ഞു. ഞാൻ ആകെ 66-67 കിലോ ഉണ്ടായിരുന്നല്ലോ ക്ലാസ്മേറ്റ്സിൽ വാലുവാസായപ്പോൾ. അപ്പോൾ എനിക്ക് തന്നെ തോന്നി അയ്യോ ഇത്രയ്ക്ക് കുറയേണ്ടിരുന്നില്ല. കാരണം ചില ഫ്രെയിംസിലൊക്കെ കാണുമ്പോൾ ഇവിടെ ഒക്കെ ഒട്ടിയിട്ട് അപ്പോൾ അത്രയ്ക്ക് കുറയേണ്ടിരുന്നില്ല എന്നൊരു ചെറിയ ഫീൽ എനിക്ക് ക്ലാസ്മേറ്റ് സമയത്ത് വന്നിരുന്നു. പക്ഷെ എന്തോ ഭാഗ്യത്തിന് പടം ഹിറ്റായതിനു ശേഷം വലിയ ഇഷ്യൂസ് തോന്നിയിട്ടില്ല. എല്ലാവരും അതും
അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പേടിക്കാനില്ല. ശരിക്കും ഈ ഒരു തടി കുറയ്ക്കുക എന്നുള്ളൊരു തീരുമാനം എന്തായിരുന്നു എടുത്തത്? അത് ഈ നമ്മൾ എന്ന് പറഞ്ഞൊരു പടം ഹിറ്റായതിനു ശേഷം എനിക്കിപ്പോ ചക്രം വന്നു, സ്വപ്നകൂട് വന്നു, അങ്ങനെ കുറെ സിനിമകൾ വന്നെങ്കിലും കൂടുതൽ സിനിമകൾ പറഞ്ഞത് നമ്മൾ തടീനെ വെച്ചിട്ട് കോമഡി ചെയ്യാം. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ പറയുകയാണെങ്കിൽ ബോഡി ഷേമിംഗ് പോലെയാണ് തമാശകളായിട്ട് കണക്ക് കൂട്ടണത്. ഒരു പരിധി വരെ അത് ഓക്കെയാണ്. അത് കഴിഞ്ഞാൽ അത് ബോറടിക്കാൻ തുടങ്ങും. നമുക്ക് അഭിനയിക്കുന്ന ആൾക്കാർക്ക് എനിക്ക് തന്നെ ബോറടിക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ വിചാരിച്ചു ഒന്ന് മെലിയാം, ഒരു നോർമൽ രൂപമാക്കാം. കാരണം സിനിമകൾ ഒരുപാട് വരുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു കലാകാല സിനിമകൾ ഇങ്ങനെ വരും വിചാരിച്ചു. പക്ഷെ തടി കുറച്ചപ്പോൾ ഞാനത് ആ പ്രോസസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കുറച്ച് നമ്മൾ സ്പിരിച്വലി ഇൻക്ലൈൻഡ് ഒരാളാണ്. അപ്പോൾ എനിക്ക് ആ പ്രോസസ്സ് ഭയങ്കര ഇഷ്ടമായി. ബീങ് എ വെജിറ്റേറിയൻ എന്നും ഡിസിപ്ലിനായിട്ട് നമ്മൾ യോഗ പ്രാക്ടീസ് ചെയ്യണു, ഇത്രയ്ക്കധികം ഫാസ്റ്റിംഗ് ചെയ്യണു. നമ്മൾ അതൊക്കെ ആ പ്രോസസ്സ് ഇഷ്ടമായി. അപ്പോൾ ഞാൻ വിചാരിച്ചില്ല, ഞാൻ എന്നെ കാണുന്നില്ല സ്ക്രീനിൽ ഇങ്ങനെ മെലിയണമൊന്നും കാണുന്നില്ല. പിന്നെ പെട്ടെന്ന് ക്ലാസ്മേറ്റ്സ് കണ്ടപ്പോഴാണ് മനസ്സിലായത്, അയ്യോ ഇങ്ങനെ മാറിയോ, ഭയങ്കര ചേഞ്ച് ആയല്ലോ എന്നുള്ളത്. അപ്പം അത് എന്നോട് ലാലേട്ടൻ, അതായത് ലാൽ ജോസ്, ലാലേട്ടൻ മെലിഞ്ഞിട്ട് തന്നെ കാണുക ലാൽ മീഡിയയിൽ വെച്ചിട്ട്. ലാൽ മീഡിയ കാണുമ്പോൾ അയ്യ നീ മെലിഞ്ഞ, എന്തിനാ നീ മെലിഞ്ഞ? തടിയുള്ള സമയത്താണ് എന്നെ ക്ലാസ്മേറ്റ്സ് കാസ്റ്റ് ചെയ്തത്. അപ്പൊ ഞാൻ പറഞ്ഞു ദയവ് ചെയ്ത് മാറ്റ. അങ്ങനെ പക്ഷെ മാറ്റിയൊന്നുമില്ല. ഇപ്പൊ ലാൽജു സാറ് പറഞ്ഞായിരുന്നല്ലോ തടിയുള്ള സമയത്താ കാസ്റ്റ് ചെയ്തതെന്ന്. അപ്പൊ തടി കുറഞ്ഞതുകൊണ്ട് അങ്ങനെ തടിയുള്ളപ്പം അങ്ങനെ നഷ്ടപ്പെട്ട റോളുകളും കാണുമല്ലോ? ഉണ്ടാവും. എനിക്ക് അറിയില്ലട്ടോ. കാരണം വിളിക്കുന്നവർ ചിലപ്പോൾ തടി പ്രതീക്ഷിച്ചിട്ടായിരിക്കും വിളിക്കുന്നുണ്ടാവുക. പിന്നെ എനിക്ക് വന്നിട്ടുള്ള സിനിമകൾ ഇപ്പോൾ ഒന്നും തടി പ്രതീക്ഷിക്കാത്തൊന്നല്ല. ഇപ്പൊ അർജുനൻ സാക്ഷി വന്നു, അതിനുശേഷം ഇപ്പൊ സെവൻസ് ആയാലും താപ്പാന മമ്മൂട്ടി സാറിന്റെ കൂടെ വന്നതും അതൊന്നും തടി ബേസ്ഡ് ആയിരുന്നില്ല. അപ്പോ കുറെ സിനിമകൾ വരണ്ടാന്ന് വെച്ച സിനിമകളൊക്കെ വന്നിട്ടുണ്ടാവില്ല. ചിലപ്പോൾ ഈ ബോഡി ഷേമിങ് ക്യാരക്ടേഴ്സ് ഒന്നും വന്നിട്ടുണ്ടാവില്ല. ഇപ്പൊ ആ സമയത്ത് ഇപ്പൊ നമ്മളുടെ സമയത്താണെങ്കിൽ സ്വപ്നക്കൂടിന്റെ സമയത്തായാലും ആ ഒരു വണ്ണമുള്ള സമയത്തൊക്കെ ഇപ്പോഴത്തെ പോലെ ഈ പറയുന്ന പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഒന്നും അധികം ആർക്കും അറിയത്തില്ല. ഈ ബോഡി ഷെയ്മിങ് എന്താണ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയത്തില്ല. ബട്ട് നിരന്തരമായിട്ട് ഇങ്ങനത്തെ റോൾസ് മാത്രം ചെയ്യുമ്പോഴത്തേക്ക് ഇൻ പേഴ്സൺ വിഷമം ഉണ്ടായിരുന്നോ? ബോഡി ഷെയ്മിങ് അത് ജസ്റ്റ് മടുത്തിട്ടാണോ അതോ വിഷമം തോന്നിയിട്ടുണ്ടായിരുന്നോ? ചില സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട് നമ്മളെ. അതായത് നമ്മൾ ബബ്ലി അപ്പോഴാണല്ലോ, അപ്പോൾ ആൾക്കാർ വെറുതെ വന്ന് നേരത്തെ നമ്മളെ വെറുതെ ഉപദ്രവിക്കുക. നമ്മൾ കുറച്ച് വണ്ണമുള്ള ആളാണ്. ഈ വണ്ണമുള്ള ആൾക്കാരെ, ഈ കുട്ടികളെ നമ്മൾ കൊഞ്ചിക്കണ പോലെ നമ്മൾ കൊഞ്ചിക്കലോ. അപ്പൊ ഈ ചില ആരാധകർ പറയാൻ പറ്റില്ല, അവര് വന്ന് നമ്മളെ ഇവിടെ പിടിക്കുക. ഓടി വന്ന് കടിച്ചിട്ടൊക്കെ പോയിട്ടുണ്ട്. ഇവിടെ കടിച്ചിട്ടൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കാണുമ്പോൾ വിഷമല്ല, നമ്മൾ ഇത് എന്താണ് അങ്ങനെന്നുള്ള സംഭവം ഒന്ന് കുറയ്ക്കണമല്ലോ, അതൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ ഞാൻ ഒരു സുഹൃത്തിനായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു പരിചയമില്ല അത് പക്ഷേ ഓഡിയോ എൻ്റെ അടുത്ത് വന്നിട്ട് ഒരു കാർഡ് വന്നു, ഒരു വിസിറ്റിംഗ് കാർഡ് വന്നു. അപ്പോൾ അതിൽ ഞാൻ വെയിറ്റ് റിഡക്ഷൻ കോഴ്സ്, അപ്പോൾ എന്തോ ഒരു വെയിറ്റ് റിഡക്ഷൻ്റെ സംഭവമാണ്. ഇയാളെ എനിക്ക് പരിചയമില്ല, ഒന്നുമില്ല. പക്ഷെ ഇയാൾ എനിക്ക് തന്നൊരു സംഭവം അതാണ്. അതായത് കുറച്ച് മെലിയണം എന്ന് എനിക്ക് വാണിയിൽ നിന്ന് പോയതാ. അപ്പോൾ അങ്ങനത്തെ ഇൻസിഡൻ്റ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇപ്പൊ എനിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല തടിയുള്ള സമയത്ത്. ഞാൻ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു ആ സമയത്ത്. ആ പ്രായം അതായിരുന്നല്ലോ, ഇൻ മൈ 20s. പക്ഷെ കാണുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാണുന്നവർ എന്താണത്, നീ ഇങ്ങനെ പോയാൽ പൊട്ടിത്തെറിക്കലോ നീ, അങ്ങനത്തെ സംസാരങ്ങളും അതൊക്കെയാണ്. അപ്പൊ ആ കമന്റ്സ് ഒക്കെ ഒന്ന് മാറ്റാം എന്നൊരു ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ടാണ് മെലിഞ്ഞത്. മെലിഞ്ഞു കഴിഞ്ഞപ്പോ ആൾക്കാർ പിന്നെയും മാറി തുടങ്ങി. നിനക്ക് ഷുഗർ ഉണ്ടോ, നിനക്ക് എയ്ഡ്സ് ഉണ്ടോ, അതൊക്കെ അങ്ങനെയൊക്കെ ചോദിച്ചു തുടങ്ങി. ചോദിച്ചിട്ടുണ്ട്, എയ്ഡ്സ് കുടിച്ചു എന്താ ഇങ്ങനെ മെലിയാൻ പാടില്ല, ഇത് എന്തെങ്കിലും പറ്റിപ്പോയില്ലോ, അങ്ങനെയും പറഞ്ഞിട്ടുണ്ട് കുറെ പേര്. അപ്പോ അതിന് ശേഷമാണ് ഞാൻ പിന്നീട് കുറച്ച് മസ്കുലർ ഒക്കെ വെച്ച്, അതായത് അർജുന സാക്ഷി സമയത്ത് ബോഡി ബിൽഡ് ചെയ്ത് കുറച്ച് മസിൽസ് ഒക്കെ വെച്ച് പോയപ്പോ മോനെ വെറുതെ പൗഡർ ഒക്കെ അടിച്ചിട്ട് കളയണ്ട കേട്ടോ. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായത്, നമ്മൾ എന്ത് ചെയ്താലും ആ ആൾക്കാർ സാറ്റിസ്ഫൈഡ് അല്ല. നമ്മൾ പ്രശ്നം എല്ലാതും പ്രശ്നം. നമ്മളുടേതായിട്ടുള്ള രീതിയിൽ ഹാപ്പി ആയിട്ട് ഇരിക്കുക, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അങ്ങനെ പറയുന്നത് ഈ നേരത്തെ പറഞ്ഞില്ലേ ആളുകളൊക്കെ വന്ന് ഇങ്ങനെ കൊഞ്ചിക്കും എന്നൊക്കെ, എനിക്കത് ഭയങ്കര റിലേറ്റബിളാ. വെറുതെ പരിചയമില്ലാത്തവരൊക്കെ വന്നിട്ട് കെട്ടിപ്പിടിച്ചോട്ടെ എന്നൊക്കെ ചോദിച്ചിട്ടോ. ചുമ്മാ ചോദിച്ചോക്കണം. വെറുതെ പെൺപിള്ളേരൊക്കെ പരിചയമില്ലാത്തവരൊക്കെ വന്നിട്ട് വെറുതെ ഞാൻ ഒന്ന് കെട്ടിപ്പിടിച്ചോട്ടെ
ചെള്ളക്ക് പിടിച്ചോട്ടെ, അങ്ങനത്തെ ചോദ്യങ്ങൾ. ശരിക്കും നമ്മളിപ്പോൾ തമാശയായിട്ട് പറഞ്ഞാലും ഓവറായിട്ട് ആളുകൾ വന്നിങ്ങനെ നമ്മുടെ മേത്ത് പിടിക്കും ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു ഇറിറ്റേഷൻ ഫീൽ ചെയ്തിട്ടില്ലേ? ഉണ്ട്. അത് ചില സ്ഥലത്ത് അത് എന്താ പറയാ, അത് അവര് തെറ്റായിട്ടുള്ള രീതിയിലാണ് ബാഡ് ടച്ച് എന്നൊക്കെ പറയും. ബാഡ് ടച്ച് ആണ് ചില സ്ഥലത്തും ഫീൽ ചെയ്തിട്ടുള്ളത്. പല നമ്മൾ ഗ്രൂപ്പിൽ പോകും, നമ്മളിപ്പോൾ ഈ ഒരു സ്ഥലത്ത് നിന്ന് വരുന്ന സമയത്ത് തിരക്കുകൾ ഉണ്ടായിരിക്കും. അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് വന്നിട്ട് ചിലപ്പോൾ വണ്ടിയിലൊക്കെ കയറണം. അപ്പം ഇവര് നമ്മളെ പിടിക്കുന്ന രീതിയും നമ്മൾ വരുന്ന രീതിയൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും കംഫർട്ടബിൾ അല്ല, നമ്മൾ കംഫർട്ട് അല്ല. മനസ്സിലായി. അപ്പോൾ അതൊക്കെ നോക്കിയപ്പോഴാണ് ഞാൻ ഒന്ന് ആലോചിച്ചത്, ഒന്ന് സെറ്റ് ആവാം രീതിയിൽ. പക്ഷെ ഞാൻ കരിയറിനെ തടി കാരണം ബാധിക്കുന്നുള്ള തോട്ടൊന്നും ആ സമയത്ത് പോയില്ല. ആ സമയത്ത് നമ്മളൊന്ന് മെലിയണം, ഒന്ന് ഹെൽത്തി ആവണം. പിന്നെ എനിക്ക് ഇപ്പോഴത്തെ എൻ്റെ ഒരു സ്റ്റാൻഡ് എനിക്ക് എപ്പോഴും ലൈറ്റായിട്ട് ഫീൽ ചെയ്യണം. ശരീരം നമുക്കൊരു ബാധ്യതയാവാൻ പാടില്ല. അതെന്താ ആ ഒരു തോട്ട് വരാനായിട്ടുള്ള എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാവുമല്ലോ? ആദ്യം ഞാൻ ഹെൽത്ത് കോൺഷ്യസ് ആയിരുന്നു. കുറച്ച് ഹെൽത്തി ആവണം, എപ്പോഴും കുറച്ച് നമ്മുടെ ഫിഗർ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം എന്നുള്ളതായിരുന്നു. പക്ഷെ ഇപ്പോൾ എൻ്റെ അച്ഛൻ റീസെൻ്റ്ലി മരിച്ചു ജനുവരിയിൽ. അപ്പോൾ അതിന് അച്ഛൻ ഒരു 3-4 വർഷമായിട്ട് അച്ഛൻ കിഡ്നി പേഷ്യൻ്റ് ആയിരുന്നു. CKD, ക്രോണിക് കിഡ്നി ഡിസീസ് ഉണ്ടായിരുന്നു. ആദ്യം ഒരു ഹാർട്ട് ഫെയിലിയറിന് തുടങ്ങി, പിന്നെ അത് കിഡ്നി ഫെയിലിയറായി മാറി, പിന്നെ അത് ഗാൾ ബ്ലാഡർ ഇഷ്യൂ ഇൻഫെക്ഷനായിട്ട് അത് റിമൂവ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ ഒരു 3 വർഷത്തോളം ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു ഇവിടെ തൃശ്ശൂർ ദയയിൽ. അപ്പോൾ ഈ സമയത്ത് ഞാൻ നിരന്തരം സംസാരിക്കുന്നത് ഈ ബൈസ്റ്റാൻഡേഴ്സിൻ്റെ അടുത്ത്. അച്ഛന് 1 വർഷത്തോളം ഡയാലിസിസ് ഉണ്ടായിരുന്നു, ആഴ്ചയിൽ 3 എണ്ണം വെച്ചിട്ട്. അപ്പോൾ ഈ ഡയാലിസിസ് പ്രോസസ്സിൽ ഡയാലിസിസ് പേഷ്യൻറ്റിനേക്കാളും സഫർ ചെയ്യണത് പുറമേയുള്ള ബൈസ്റ്റാൻഡർ. ഒരു ബൈസ്റ്റാൻഡർ എപ്പോഴും പുറത്തേക്കണം. ഈ 5-6 മണിക്കൂർ നമ്മൾ ഈ പേഷ്യൻ്റ് എന്തെങ്കിലും ആകുമോ, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണല്ലോ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് ഈ ഡയാലിസിസ് ചെയ്യുന്ന സമയത്ത് കാർഡിയക് അറസ്റ്റ് വരാം, അവർക്ക് എന്താ പറയുക പ്രഷർ ലോ ആവാം, ഷുഗർ ലോ ആവാം, എന്ത് വേണമെങ്കിൽ സംഭവിക്കാം. അപ്പം ഇതൊക്കെ നമ്മൾ ഈ 5-6 മണിക്കൂർ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള സ്ട്രെസ്സിലാണ് നമ്മൾ ഇരിക്കണേ, ബൈസ്റ്റാൻഡർ. അപ്പോൾ പിന്നെ ഞാൻ സംസാരിക്കുന്നത് കൂടുതൽ ഈ മറ്റ് ബൈസ്റ്റാൻഡേഴ്സൊക്കെ സംസാരിക്കുമ്പോഴാണ് നമ്മൾ ഈ കഥകൾ മാത്രമേ കേൾക്കുന്നുള്ളൂ. ഒരു 3 വർഷമായിട്ട് ഈ ക്യാൻസർ പേഷ്യൻസിൻ്റെയും കിഡ്നി പേഷ്യൻസിൻ്റെയും ഇവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, ഇത് കൂടുതൽ ഫൈനാൻഷ്യൽ ക്രൈസിസ്. കാരണം ഇത് ഫ്രീ ഒന്നല്ല ഡയാലിസിസ്. നമുക്ക് എങ്ങനെ പോയാലും മന്ത്ലി ഒരു 50,000 രൂപ ചിലവുണ്ട്, ആഴ്ചയിൽ 3 ഡയാലിസിസ് പറഞ്ഞ് പോകുമ്പോൾ. അതില്ലാത്തവർക്കും കൂടെ ആണെങ്കിൽ പൈസയുടെ ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അതായത് ഇപ്പം ഞാൻ അന്ന് അവിടെ ഡയാലിസിസ് പേഷ്യൻ്റെ കൂടെ ഇരിക്കുമ്പോൾ ഉണ്ടായിരുന്ന ഒരു പേഷ്യന്റിന് സഹായം ചോദിച്ചിട്ട് ഇവിടെ വണ്ടികളിൽ പോകുമല്ലോ. ഒരു പ്രാവശ്യം എൻ്റെ വീട്ടിലേക്ക് വന്നിട്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇത് നമ്മുടെ മറ്റേ ചെക്കനല്ലേ ഡയാലിസിസ്. കാരണം അങ്ങനെയുണ്ട്, ഫൈനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരും ഉണ്ടാവും. ഈവൻ ഒരു മിഡിൽ ക്ലാസ് ആളുകൾ പോലും കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ഡൗൺ ആവും. എങ്ങനെയാണ്? കാരണം ആൾക്കാരെ ജീവിപ്പിച്ചേ പറ്റുള്ളൂ, നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ നമ്മൾ ജീവിച്ചേ പറ്റുള്ളൂ. അപ്പോൾ ഈ തോട്ടൊക്കെ വന്നപ്പോൾ എനിക്ക് ഇപ്പോഴത്തെ ഒരു മൈൻഡ് സെറ്റ് എപ്പോഴും നമ്മൾ ലൈറ്റ് ആയിട്ട് ഇരിക്കുക. നമ്മുടെ ശരീരം നമുക്കൊരു ബേർഡൻ ആവാൻ പാടില്ല. മാക്സിമം നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്ത് പോവുക. എപ്പോഴും ഇങ്ങനെ ഒരു നമുക്ക് ബേർഡൻ ആവാത്ത രീതിയിൽ ശരീരത്തിനെ കൊണ്ടുനടക്കുക, ശരീരത്തിനും മൈൻഡിന് സ്ട്രെസ് ഫ്രീ ആയിട്ടിരിക്കുക. അപ്പം അങ്ങനത്തെ ഒരു ആഗ്രഹം ഉണ്ട് ഇപ്പോൾ. അത് ഈ ഇൻസിഡന്റ് തന്നെ ഒന്നുകൂടി കൂടുതൽ കോൺഷ്യസ് ആക്കി ലൈഫിന്. അപ്പൊ അച്ഛന് തടിയുള്ള കൂട്ടത്തിലായിരുന്നോ? അച്ഛൻ വണ്ണുള്ള കൂട്ടത്തിലായിരുന്നു. പിന്നെ അച്ഛൻ അങ്ങനെ ആരും ഒന്നും അതായത് അധികം ശരീരമൊന്നും ശ്രദ്ധിച്ചിടുന്നൊന്നുമില്ല. നമ്മളെങ്ങനെ പറഞ്ഞാലും പണ്ടത്തെ ആൾക്കാരാണ്, ഭയങ്കര വാശിയും അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പം അച്ഛനൊന്നും ശ്രദ്ധിച്ചിടുന്നൊന്നുമില്ല. പക്ഷേ പുള്ളി ആ സമയത്തും തമാശകളൊക്കെ പറഞ്ഞായിരുന്നു. അതൊക്കെ എൻ്റെ അച്ഛനല്ലേ. അപ്പോൾ അതും കൂടെയാണ് ലൈഫിൽ ഒരു കുറച്ചുകൂടെ മോട്ടീവ് വന്നല്ലേ? ഇപ്പോൾ ഒന്നുകൂടിയും അത് ഞാൻ എല്ലാവരോടും പറയണ ഒരു സംഭവം തന്നെയാണ്. അത് നിങ്ങൾ എന്തിനാണ് വെറുതെ ഇതിനൊക്കെ റിസ്ക് എടുക്കണേ? ഇപ്പം ഞാൻ പറയുന്നൊരു ഫോർമുല ഉണ്ട്. അതായത് നമ്മൾ നല്ലോണം ശ്രദ്ധിച്ചതിന് ശേഷം നമുക്ക് അസുഖം വരികയാണെങ്കിൽ നമുക്കതിനെ വിധി എന്ന് പറയാം. നമ്മൾ ഒട്ടും ശ്രദ്ധിക്കാതെ നമുക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ നമുക്കതിനെ വിധി എന്ന് പറയാൻ പറ്റില്ല. നമ്മളതിനെ നമ്മുടെ കയ്യിലിരിപ്പാണ്, നമ്മൾ വരുത്തി വെച്ച അസുഖമാണ്. എന്തിനാ വരുത്തി വെക്കണേ? നമുക്ക് വരാനുള്ളൊരു അസുഖമാണെങ്കിൽ വരും, അത് വരട്ടെ. പക്ഷെ മാക്സിമം ശ്രദ്ധിക്കുക. മാക്സിമം ശ്രദ്ധിച്ചിട്ട് എന്തിനാ ഇത്രയും ഈ ഫൈനാൻഷ്യൽ ക്രൈസിസിനും പിന്നെ ശരി ഈ ഫൈനാൻഷ്യൽ ക്രൈസിസ് പോട്ടെ, നമ്മൾ ഉണ്ടാവുന്ന ഈ മെൻ്റൽ ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ ഒന്നല്ലേ. സ്ട്രെസ്സും ഡിപ്രഷനും ഇതൊന്നും വരാൻ വേറെ ഒരു സ്ഥലത്തേക്കും പോകണ്ട. മാക്സിമം നമ്മുടെ ബോഡിനെയും മൈൻഡിനെയും ഇപ്പൊ ഈ കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഇപ്പം ഒബീസിറ്റി അല്ലാണ്ട് തന്നെ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന ഡ്രഗ്സിന്റെ ആണെങ്കിലും അങ്ങനത്തെ മറ്റ് സംഭവങ്ങളുടെയൊക്കെ യൂസസ് കൂടി വരികയാണല്ലോ. അപ്പോൾ ഈ ഒരു മാറ്റം നമ്മുടെ ന്യൂ ജനറേഷനിൽ ഇങ്ങനെ കാണുന്നില്ലേ? അതായത് ഞാനത് കണ്ടിടത്തോളം അവര് പെട്ടെന്നൊരു സെൻസ് ഗ്രാറ്റിഫിക്കേഷന് വേണ്ടിയിട്ട്, പെട്ടെന്ന് ഒരു ഡോപ്പമിൻ റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് അതിലേക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോഴത്തെ യങ്ങ ജനറേഷൻ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം അവർക്ക് ഇപ്പോൾ ഒരു സ്ക്രീൻ ടൈമിൽ 1 മിനിറ്റാണോ റീലെങ്കിലും അത് പോലും കാണാനുള്ള ക്ഷമയില്ല. എന്താണ് അതിൻ്റെ കണ്ടന്റ് എന്നുള്ളത് അറിയണം. അപ്പം ആ
പെട്ടെന്ന് അവരുടെ ഡോപ്പമീനെ കൂട്ടാൻ എന്ത് വേണം, അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ചെറിയ ചെറിയ, അതായത് ഈ പുറമേയുള്ള സബ്സ്റ്റൻസുകൾ, സ്മോക്കിംഗ്, ഡ്രിങ്കിങ്, ഡ്രഗ്സ്, ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്സ്, ഇതൊക്കെ നമ്മുടെ മൈൻഡിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇൻ ദ ലോങ് റൺ നോക്കുമ്പോൾ ഇതൊക്കെ നമുക്ക് ഹാംഫുൾ ആണ്. എനിത്തിങ് വിച്ച് മെസ്സസ് വിത്ത് യുവർ ബ്രെയിൻ ഈസ് നോട്ട് ഗുഡ് ഫോർ യു. അത് ഒരു ബേസിക് ഫോർമുല എൻ്റെ ഏർലി സ്റ്റേജിൽ എനിക്ക് കിട്ടിയൊരു പാഠമാണ് അത്. ഒരു തവണ ഞാനിങ്ങനെ പണ്ട് ഞാൻ ഡ്രിങ്ക്സ് കഴിച്ചിരുന്നു. അപ്പോൾ ഡ്രിങ്ക്സ് കഴിഞ്ഞപ്പോൾ എന്തോ ഭാഗ്യത്തിന് എനിക്ക് എന്നെ അനലൈസ് ചെയ്യാൻ പറ്റി. അതായത് ഞാൻ ഉദ്ദേശമൊന്നല്ല എൻ്റെ വായിൽ വരുന്ന വാക്കുകൾ, ഞാൻ സംസാരിക്കാൻ ഉദ്ദേശമൊന്നല്ല ഞാൻ പറയണത്. അന്ന് എനിക്ക് മനസ്സിലായി ദിസ് ഈസ് ഡൂയിങ് സംതിങ്, എന്തോ റോങ് ആണ് സംഭവം. അപ്പം അതിന് ശേഷമാണ് ഞാൻ ഡ്രിങ്ക്സ് കംപ്ലീറ്റ് ആയിട്ട് നിർത്തിയതൊക്കെ. ഈ യോഗ ഒക്കെ തുടങ്ങുന്നതിന് മുന്നേ വെയിറ്റ് ലോസിനൊക്കെ മുന്നേ ഞാൻ ഇൻഡസ്ട്രിയിൽ വന്ന് ഫസ്റ്റ് പടം തന്നെ സൂപ്പർ ഹിറ്റായി, റിലീസായ പടം തന്നെ സൂപ്പർ ഹിറ്റായി. അപ്പം എങ്ങനെ പോയാലും നമുക്ക് ചെറിയൊരു പ്രൈഡും സംഭവങ്ങളൊക്കെ നമുക്ക് കൂടുമല്ലോ. കയ്യിൽ പൈസ ഉണ്ട്, ഇഷ്ടംപോലെ ഓഫേഴ്സ് വരുന്നുണ്ട്, ചെറിയ പ്രായം, യങ് ആണ്, നമുക്ക് സക്സസും വന്നു, നെയിം ഫെയിം ഒക്കെ വന്നു, വെളിയിലിറങ്ങിയ ആളുകൾക്ക് അറിയാം, ഇതൊക്കെ വരുന്നുണ്ട്, റെക്കഗ്നിഷൻ വരുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ പ്രൈഡ് ഒന്ന് കൂടും. പക്ഷേ എനിക്കത് മനസ്സിലായി, ഇത് ഇങ്ങനെ പോവുകയാണെങ്കിൽ ഞാൻ റോങ് ആയിട്ടുള്ള വേയിലാണ് പോണത്, ഇത് ഒരിക്കലും എനിക്ക് നല്ലത് ചെയ്യൂല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പിന്നെ ഈ എന്താ പറയുക, നമുക്ക് ഇഷ്ടമുള്ള മാർഗ്ഗങ്ങൾ, അതായത് സ്പിരിച്വലി സീക്കിങ്, ആ പ്രാക്ടീസ്, സാധനാസ് പ്രാക്ടീസ് ചെയ്യുക. പിന്നെ ബോഡി ട്രാൻസ്ഫോർമേഷൻ വന്നപ്പോഴാണ് എൻ്റെ മൈൻഡും ട്രാൻസ്ഫോം ചെയ്യാൻ തുടങ്ങിയത്. ഈ സബ്സ്റ്റൻസിൻ്റെ കാര്യം പറഞ്ഞപ്പോഴും ഡ്രഗ്സിൻ്റെ കാര്യം പറഞ്ഞപ്പോഴും സ്മോക്കിൻ്റെയും ഡ്രിങ്ക്സിൻ്റെ ഒക്കെ കാര്യം പറഞ്ഞ കൂട്ടത്തിൽ തന്നെ ടോക്സിക് റിലേഷൻഷിപ്സിൻ്റെ കാര്യം ഈ കൂട്ടത്തിൽ തന്നെ ആക്കി. അതെ, അത് നമ്മളെ മൈൻഡിനെ മെസ്സ് ചെയ്യുന്ന കാര്യമല്ലേ. വി നോ ഈ റിലേഷൻഷിപ്പ് ശരിയല്ല എന്നുള്ളത് നമുക്കറിയാം, പക്ഷെ നമ്മൾ അതിന് മാറില്ല. വെള്ളടിയും സിഗരറ്റിലേക്ക് അങ്ങനെ തന്നെയല്ലേ, നല്ലതാന്ന് വിചാരിച്ചാൽ ആരും വലിക്കൊന്നുമില്ലല്ലോ. നമുക്ക് റിലേഷൻഷിപ്പ് മോശമാണ് നമുക്കറിയാം, പക്ഷെ നമുക്ക് അതിന് പുറത്തു വരാൻ പറ്റില്ല. എന്തോ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട്. അത് ഇപ്പം നമ്മൾ സ്പിരിച്വൽ വേൾഡിൽ പോവുകയാണെങ്കിൽ അത് നമുക്ക് കാർമിക്കാണ്, നമ്മുടെ കാർമകളെ കഴുകി കളയാൻ വേണ്ടിയിട്ട് നമ്മുടെ ലൈഫിൽ വന്നാണെന്നൊക്കെ വേണമെങ്കിൽ പറയാം. നമ്മൾ വിചാരിച്ചാൽ ആ റിലേഷൻഷിപ്പ് വേണമെങ്കിൽ കട്ടാക്കാം എന്നുള്ള കേസുള്ളൂ. അതെ, ഈ ഇപ്പോൾ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ അത് ഒരിക്കലും ഒരു എന്താ പറയുക, ബോയ് ഗേൾ ലവ് റിലേഷൻഷിപ്പ് മാത്രമായിരിക്കില്ല ടോക്സിക് റിലേഷൻഷിപ്പ്. ഫ്രണ്ട്സ് ഉണ്ടാവും, ഈവൻ പേരൻസ് ആയിട്ടുള്ളത്, എല്ലാം പലതരത്തിലുള്ള ടോക്സിക് റിലേഷൻഷിപ്പ് ഉണ്ട്. ഇൻ യുവർ പെർസ്പെക്റ്റീവ് എന്താണ് ആ ടോക്സിക് റിലേഷൻഷിപ്പ്? ടോക്സിക് റിലേഷൻഷിപ്പ് എൻ്റെ പേഴ്സ്പെക്റ്റീവിൽ നമ്മളല്ലാതാക്കി മാറ്റുന്ന റിലേഷൻഷിപ്പ് ഒക്കെ ടോക്സിക് ആണ്. അത് ഇൻക്ലൂഡിങ് പാരൻസ് ആയിക്കോട്ടെ, ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് ആയിക്കോട്ടെ, ഫ്രണ്ട്സ് ആയിക്കോട്ടെ. ചില ഫ്രണ്ട്സുകൾ നമ്മളെ നിന്നിട്ട്, അതായത് നമ്മളെ പൈസയുള്ള സമയത്ത് മാത്രം നമ്മുടെ കൂടെ ഉണ്ടാവും, പൈസ ഇല്ലാത്ത സമയത്ത് ഇവരാരും ഉണ്ടാവില്ല. ഫോൺ വിളിച്ചാലൊക്കെ സംസാരിക്കാം, ആടാ അപ്പോൾ തിരിച്ചു വിളിക്കണം. നമുക്കതൊന്നും വേണ്ട, നമുക്ക് ആകെ ഒരു 2 മിനിറ്റ് സംസാരിക്കാനേ നമുക്ക് ഇയാളെ ആവശ്യമുള്ളൂ. സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നം ഉണ്ടാവുള്ളൂ. പക്ഷേ അതിന് പോലും സമയം ഉണ്ടാവില്ല. നമ്മൾ സക്സസ് ആണോ, നമുക്ക് നല്ല നെയിം ഉണ്ടോ, ഫെയിം ഉണ്ടോ, 4 ആൾക്കാർ നമ്മൾ വേണോ, നമുക്ക് നല്ല ഓഫേഴ്സ് ഉണ്ടോ, അപ്പോൾ ഈ സോ കോൾഡ് റിലേഷൻഷിപ്പ് ഒക്കെ കൂടെ ഉണ്ടാവും നമ്മുടെ. അപ്പോൾ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ടോക്സിക് ആണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഫെയിലിയേഴ്സ് ലൈഫിൽ വരണമെന്ന് പറയാം. നമ്മളെ ഏറ്റവും ബോട്ടമായിട്ടുള്ള സ്ഥലത്തേക്ക് നമ്മൾ പോകണം, എങ്കിലാണ് ഈ ടോക്സിക് റിലേഷൻഷിപ്പ് ഒക്കെ ടോക്സിക് ആണോ അല്ലേ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഓരോരുത്തരായിട്ട് കട്ട് ചെയ്യാം. ഇത് മറ്റേ പ്രശ്നം ഉദ്ദേശിച്ചാണ്, ഇത് എനിക്ക് ആ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ റിലേഷൻഷിപ്പൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് നമ്മുടെ ലൈഫിൽ നമുക്ക് ഫെയിലിയേഴ്സിനെ ദൈവം കൊണ്ടുവന്ന് തരുന്നത്. മനസ്സിലായി. അപ്പോൾ അത് നമ്മൾ റിയലൈസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ വീണ്ടും ആ ലൂപ്പിൽ കിടന്ന് കളിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ റിയലൈസ് ചെയ്യണം, ഇതാണ് ഇതൊക്കെ നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. എവ്രിതിങ് യു സീ, എവ്രിതിങ് യു ലിസൺ ടു ഈസ് ഫോർ യുവർ ഓൺ നോളജ്, ഇറ്റ്സ് ഫോർ യു ടു ലേൺ. അത് എൻ്റെ ഒരു ഏർലി സ്റ്റേജിൽ കിട്ടിയൊരു നോളജാണ്. അപ്പോൾ എന്തും ഏതും എനിക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. എൻ്റെ ഈ ലൈഫിനെ, എൻ്റെ ഈ ബോഡിയും മൈൻഡിനെയും ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് എല്ലാതും എൻ്റെ ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നത്. വി ഡോണ്ട് ഹാവ് കൺട്രോൾ ഓവർ ദ സർക്കംസ്റ്റാൻസസ് ആൻഡ് ദ സിറ്റുവേഷൻസ് വി ആർ ഇൻ. പുറമേ എന്ത് നടക്കുന്നു ഉള്ള സിറ്റുവേഷനോ സർക്കംസ്റ്റാൻസോ ഒന്നും നമ്മുടെ കൺട്രോളിലല്ല. അത് കുറേ പേര് ഇൻക്ലൂഡഡ് ആണ് ആ സിറ്റുവേഷനിലൊക്കെ. ദി ഓൺലി തിങ് വിച്ച് വി ക്യാൻ കൺട്രോൾ ഈസ് അവർ ബോഡി ആൻഡ് അവർ മൈൻഡ്. ഇത് നമ്മുടെ കൺട്രോളിലാണ്, നമ്മുടെ ബോഡി, നമ്മുടെ മൈൻഡ്. ഇതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് നോക്ക്, അതേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സിറ്റുവേഷൻ സർക്കംസ്റ്റാൻസ് ഒക്കെ വരട്ടെ, അതിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ബോഡിനെയും മൈൻഡിനെയും നമ്മൾ പ്രിപ്പയർ ചെയ്യാണ് വേണ്ടത്. അതൊരിക്കലും വരാതെ പോകില്ല, അത് വരും. ടഫായിട്ടുള്ള സിറ്റുവേഷൻസ് ലൈഫിൽ വരും. അതിനെ ഹാൻഡിൽ ചെയ്യാൻ നമ്മുടെ ബോഡിനെയും മൈൻഡിനെയും പ്രിപ്പയർ ചെയ്യാം, അത്രേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ആളുകളായിട്ടുള്ള ഓവർ അറ്റാച്ച്മെന്റ് ഒക്കെ, അപ്പോൾ ഓവറായിട്ട് അറ്റാച്ച്ഡ് ആണോ ആളുകളായിട്ട്, അതോ അത് കുറവാണോ? അല്ല, ഞാൻ ടോട്ടലി ഡിറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു, എനിക്ക് അങ്ങനെ ഒരു, എനിക്കത് ഫീൽ ചെയ്തു. ലൈക്ക് ഓവർ ഒരു അറ്റാച്ച്ഡ് അല്ല, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എല്ലാം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യുന്ന ഒരാളെ പോലെ എനിക്ക് ഇത്രയും നേരം നമ്മൾ സംസാരിച്ചപ്പോൾ ഫീൽ ചെയ്തു. അങ്ങനെ ഒരു അറ്റാച്ച്ഡ് വ്യക്തിയല്ല ആരായാലും.
ഈവൻ മൈ സ്പിരിച്വൽ ഗുരു ആയാലും മാസ്റ്റർ ആയാലും ഈവൻ മൈ ഇൻക്ലൂഡിങ് പാരൻസ് ആയാലും ആരായാലും ഓവർ അറ്റാച്ച്ഡ് അല്ല. അല്ല. ഇപ്പൊ ഒരു ഡിസിഷൻ എടുക്കണമെങ്കിൽ ഫൈനൽ ഞാൻ അവിടെ ഉണ്ട്, എല്ലാത്തിനും ഞാൻ ഉണ്ട് കൂടെ. എന്ത് വേണമെങ്കിൽ ഞാൻ ചെയ്യും, എല്ലാം ഞാൻ ചെയ്യും. പക്ഷേ if you ask me I'm attached, I'm not attached. But if you want you, if they want you, you are there. I'm there for everything. പക്ഷേ അറ്റാച്ച്ഡ് ആണോ? അല്ല. അപ്പൊ എന്താ പറയാ, ഇത്രയും ഒരു പണ്ടും ഇങ്ങനെ തന്നെയുള്ള ഒരാളായിരുന്നോ? അല്ല. ഭയങ്കര അറ്റാച്ച്മെന്റ് കൂടിയിട്ടുള്ള ഒരാളായിരുന്നു? വെരി സെൻസിറ്റീവ് ആണ് ഞാൻ. ഭയങ്കര സെൻസിറ്റീവ് ആയിരുന്നു. അത് എന്താ സംഭവിച്ചാൽ എൻ്റെ ചെറുപ്പത്തിൽ എന്നെ ഇവിടുന്ന് ഞാനൊരു 5-6 വർഷം ചെന്നൈയിലായിരുന്നു. അപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും എന്നെ വിചാരിച്ചിടുന്നത് എനിക്ക് നല്ലൊരു ലൈഫ് അവിടെ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് എന്നെ അങ്ങോട്ട് അയച്ചു, എൻ്റെ അങ്കിളിൻ്റെ മാറ്റീരിയൽ കൂടെ. ഐ വാസ് ജസ്റ്റ് നമ്മുടെ കിൻഡർ ഗാർഡൻ സമയത്തായിരുന്നു അത്, ഒരു 5-6 ഇയേഴ്സ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഒരു അറബിക് സ്പോൺസർ ഉണ്ട്, അഹമ്മദ് സാല എന്ന് പറഞ്ഞിട്ട്, ഖത്തറിൽ. പുള്ളി എൻ്റെ അച്ഛനോട് പറഞ്ഞു, നീ അങ്ങനെ ചെയ്യരുത്, അവർക്ക് മനസ്സിലായി അവരുടെ ഉള്ളിൽ എന്തായിരിക്കും ബോർഡ് ഉണ്ടാവുക, നീ അവരങ്ങോട്ട് കൊണ്ടുപോയി എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ എന്നെ തിരിച്ച് ഖത്തറിലേക്ക് കൊണ്ടുപോകുന്നത്. പേരൻസ് ഖത്തറിലായിരുന്നു ടൈമിൽ? പേരൻസ് ഖത്തറിലായിരുന്നു സമയത്ത്. ആ ഒരു ഇൻസിഡന്റ് ഇല്ല, ഫോർ 6 years ഐ ഹാഡ് ബ്യൂട്ടിഫുൾ ചൈൽഡ്ഹുഡ്. ഒരു 5 years to ഒരു 11 years വരെ ഐ ഹാഡ് എ ബ്യൂട്ടിഫുൾ ചൈൽഡ്ഹുഡ്. പക്ഷേ ആ ഒരു അബാൻഡൻമെന്റ് ഇഷ്യൂ ഉണ്ടല്ലോ ഫ്രം മൈ ഓൺ പാരൻസ്, അങ്ങനെ ആ സംഭവിച്ച ഒരു അബാൻഡൻമെന്റ് ഇഷ്യൂ എൻ്റെ ഉള്ളിൽ ഇപ്പോഴും എൻ്റെ സബ് കോൺഷ്യസിൽ കിടന്ന് കളിക്കുന്നുണ്ട്. ആ ഒരു ചൈൽഡ്ഹുഡിലുണ്ടായ ഒരു സംഭവം അത് നമുക്ക് എങ്ങനെ വേണമെങ്കിൽ പറയാം, ട്രോമ എന്ന് പറയുമ്പോൾ എന്ത് വേണമെങ്കിൽ പറയാം. പക്ഷെ അത് ഇപ്പോഴും ചെറുതായിട്ട് ഉള്ളിൽ കിടന്ന് എവിടെ കളിക്കുന്നുണ്ട്. അപ്പം അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ടു മാനിഫെസ്റ്റ് എ ഗുഡ് തിങ്, ആ ട്രോമ അതിനൊരു ബ്ലോക്കേജ് ആണ് ബേസിക്കലി. അപ്പോൾ അതിനെ ഞാൻ വാഷ് ഔട്ട് ചെയ്യണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ അതെങ്ങനെ പോയാലും വാഷ് ഔട്ട് ആവുന്നില്ല, ഇതുവരെ അത് പറ്റിയിട്ടില്ല. ഇല്ല, ഇപ്പോഴും നമ്മളൊരു അതിൻ്റെ പ്രോസസ്സിലാണ്. നമ്മുടെ സാധനങ്ങളും പ്രാക്ടീസുകളൊക്കെ സ്ഥിരമായിട്ട് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം. ഐ എം 43 ഇപ്പോൾ പറയുമ്പോൾ. പക്ഷേ അത് നമ്മളൊരിക്കലും അങ്ങനെ അവരും വേണം വെച്ച് ചെയ്യണമെന്നല്ലല്ലോ, അവർ നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് ചെയ്യണത്. പക്ഷേ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ആ ഒരു ട്രോമ, ആ ഒരു അബാൻഡൻമെന്റ് ഇഷ്യൂ, കാരണം ആ ഒരു 5 to ഒരു 10 വയസ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഒരിക്കലും തിരിച്ചു കിട്ടില്ലല്ലോ. നമ്മളിപ്പോൾ നമ്മുടെ പാരൻസിനോട് വേണ്ടേ. അതെ, ഇപ്പൊ ഒരു 20 to 25 ആയിരുന്നെങ്കിൽ പോട്ടെ, ആ 25 to 26 ഏകദേശം അതേപോലെ തന്നെ ഫീൽ ചെയ്തേനെ. ബട്ട് 5 to 10 മനസ്സിലായി. അപ്പം അതിപ്പോഴും ഉണ്ട്. പക്ഷെ അതല്ലാതെ ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ തന്നെ. അപ്പോൾ അതാണോ ഒരു ഡിറ്റാച്ച്മെന്റിനുള്ള റീസൺ? പക്ഷെ അത് ആ കാര്യം കാരണമാണ് ഞാൻ കൂടുതൽ അറ്റാച്ച്ഡ് ആയിരുന്നത്. ഓക്കെ, അതുകൊണ്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആയിരുന്നു. അതുകൊണ്ടായിരുന്നു കൂടുതൽ അറ്റാച്ച്ഡ് ആയിരുന്നത്. ഓക്കെ, കാരണം എപ്പോഴും എനിക്ക് എൻ്റെ ഫാമിലി കൂടെ വേണം, ഇവർ കൂടെ വേണം എന്നുള്ള സംഭവമാണ്. പക്ഷെ പിന്നീട് എങ്ങനെയോ ഈ എൻ്റെ ഈ ഞാൻ പറഞ്ഞ പോലെ ഈ ബോഡി ട്രാൻസ്ഫോർമേഷൻ്റെ കൂടെ തന്നെയാണ് സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായി. അപ്പോൾ അതിലാണ് ഞാൻ റിയലൈസ് ചെയ്തത്, ദി ഓൺലി തിങ് നമ്മുടെ ലൈഫിൽ നമുക്ക് സ്വന്തം എന്ന് പറയാൻ ആകെ കൂടി ഒരേ ഒരു കാര്യം നമ്മുടെ ഈ ബോഡി മാത്രമേ ഉള്ളൂ. മനസ്സിലായി. റിലേഷൻഷിപ്പ് ഉണ്ടാവില്ല, നമ്മൾ മേടിച്ച വണ്ടികൾ ഉണ്ടാവില്ല, വീടുണ്ടാവില്ല, സ്ഥലം ഉണ്ടാവില്ല, പൈസ ഉണ്ടാവില്ല, സക്സസ് ഉണ്ടാവില്ല, ഫെയിം ഉണ്ടാവില്ല, നെയിം ഉണ്ടാവില്ല, ഇതൊന്നും നമുക്ക് ഉണ്ടാവില്ല. ദി ഓൺലി തിങ് വിച്ച് യു വിൽ ഹാവ് ഓഫ് യുവർ ഓൺ ഈസ് യുവർ ഓൺ ബോഡി ആൻഡ് യുവർ മൈൻഡ്. ടേക്ക് കെയർ ഓഫ് ദാറ്റ് ബോഡി. കാരണം ഇത് മാത്രമേ നമ്മുടെ കൂടെ ഉണ്ടാവുള്ളൂ. ഇത് മാത്രമാണ് നമുക്ക് ഒരു ബ്ലെസ്സിങ് ആയിട്ട് നമ്മുടെ ഗോഡ് നമുക്ക് തന്നിട്ടുള്ളത്, അല്ലാതെ വേറെ ഒന്നും നമുക്ക് തന്നിട്ടില്ല. ഇതിനെ ടേക്ക് കെയർ ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ ആ ഒരു ബോഡി ട്രാൻസ്ഫോർമേഷന് മുന്നുള്ള ആളും ശേഷമുള്ള ആളും രണ്ടാളെ പോലെയാണല്ലേ, എൻ്റർലി ഡിഫറെൻ്റ് ആണ്. അപ്പം ആ അങ്കിളിൻ്റെ ആൻറ്റിയുടെയും വീട്ടിൽ നിൽക്കുന്ന സമയത്ത് അപ്പോൾ സിബ്ലിങ്സ് ഒന്നും കൂടിയില്ല? എൻ്റെ സിബ്ലിങ്സ് ഇല്ല, എനിക്ക് ചേട്ടനും അനിയത്തിയുണ്ട്. അവരിപ്പം ഫാദറിൻ്റെ മദറിൻ്റെ കൂടെയാണോ? അതിൻ്റെ സിസ്റ്ററും ഇതേപോലെ അനുഭവിച്ചിട്ടുണ്ടാവും. കാരണം സിസ്റ്റർ നാട്ടിലായിരുന്നു ആ സമയത്ത്, അച്ഛനമ്മയും ഖത്തറിലായിരുന്നു. എൻ്റെ ചേട്ടൻ ഖത്തറിലായിരുന്നു ആ സമയത്ത്, അവരുടെ കൂടെ തന്നെയായിരുന്നു. പക്ഷേ ഈ അങ്കിൾ ആൻറ്റിയുടെയും അവർക്ക് 3 മക്കളുണ്ടായിരുന്നു. അവരെൻ്റെ ശരിക്ക് ബ്രദേഴ്സ്, എൻ്റെ സിബ്ലിങ്സ് പോലെ അവരുടെ കൂടെ ചൈൽഡ്ഹുഡ്. അപ്പോൾ പക്ക നല്ല അടിപൊളി ചൈൽഡ്ഹുഡായിരുന്നു. അതെ. അപ്പോൾ യു ഹേറ്റ് റിലേഷൻഷിപ്പ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുമോ? എങ്ങനത്തെ റിലേഷൻഷിപ്പ്? ഇപ്പോൾ ഒരു ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് ലവ് റിലേഷൻഷിപ്പ് അഫയേഴ്സ് എൻ്റെ അനുഭവം വെച്ചിട്ട് ഐ ഷുഡ് ഹേറ്റ് റിലേഷൻഷിപ്പ്. പക്ഷെ അങ്ങനെയൊന്നുമില്ല. ചതിക്കപ്പെട്ടിട്ടുണ്ടോ? തേപ്പ് നമുക്ക് ഒന്നാമത് നമ്മുടെ ഭാഗത്തായിരിക്കും തെറ്റുണ്ടാവുക. പക്ഷെ 1-2 റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ നല്ല രീതിയിൽ പൊളിഞ്ഞിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഐ ഡോണ്ട് ഹേറ്റ് റിലേഷൻഷിപ്പ്. സ്റ്റേബിളായിട്ട് നമുക്ക് പറ്റിയ ഒരു സ്റ്റേബിൾ റിലേഷൻഷിപ്പിൽ എന്തുകൊണ്ട് വരുന്നില്ല? പക്ഷെ അത് വരണോ വേണ്ടേ ഇതൊന്നും നമ്മുടെ കയ്യിലല്ലോ. അല്ല,
പക്ഷെ ഐ ഡോണ്ട് ഹേറ്റ് റിലേഷൻഷിപ്പ്. ഇല്ല, ഇനിയൊരു നല്ല റിലേഷൻഷിപ്പ് വന്നാലും പറയാൻ പറ്റില്ല. അതെ, എപ്പോഴാണെങ്കിൽ സംഭവിക്കാലോ. അതെ അതെ അതെ, അങ്ങനെ പ്രീ പ്ലാൻഡ് ഒന്നും അല്ലല്ലോ. ഇല്ല. ഐ എം നോട്ട് ലുക്കിംഗ് ഫോർവേഡ് ടു ഇറ്റ്. നാച്ചുറലി സംഭവിക്കുകയാണെങ്കിൽ സംഭവിക്കട്ടെ. അതെ അത്രേ ഉള്ളൂ. അതെ. അമ്മ ഇപ്പം ലൈക്ക് എങ്ങനെയാണ്, ഓക്കെ ആണോ? ലൈക്ക് ഫാദർ പോയിട്ട് ഇപ്പം നിങ്ങൾ രണ്ടാളല്ലേ ഉള്ളൂ വീട്ടില്? അമ്മ ഇപ്പോഴും ആ ട്രോമയൊന്നും വന്നിട്ടില്ല. അമ്മ ഭയങ്കര അറ്റാച്ച്ഡ് ആയിരുന്നു അച്ഛനായിട്ട്. അത് അവര് വർഷങ്ങളായിട്ട് ഖത്തറിൽ ഒരുമിച്ച് ഒരുമിച്ച്. തന്നെയായിരുന്നു. അതെ, അതാ ചോദിച്ചത്. സാധാരണ ഗൾഫുകാർ, ഇപ്പൊ നമ്മുടെ നാട്ടിലത്തെ ഗൾഫുകാർ എന്ന് പറയുമ്പോൾ പ്രവാസികളും ഇങ്ങനെയായിരുന്നു. അങ്ങനെയായിരുന്നില്ല, അവരിപ്പോഴും ഒരുമിച്ചായിരുന്നു. അവര് ഉണ്ടായിരുന്ന സമയത്ത് ഫുൾ ടൈം തല്ലൂട്ടായിരുന്നു, അത് അറിയാം. പക്ഷേ സ്റ്റിൽ കണ്ണുള്ളപ്പം അതിന്റെ വില അറിയില്ല എന്ന് പറഞ്ഞ പോലെ. പക്ഷെ ഇപ്പോഴും അമ്മയ്ക്ക് ആ ഒരു ട്രോമ ഇപ്പൊ മരിച്ചിട്ട് ഇപ്പൊ 1 വർഷം ആവാറായി. പക്ഷെ ഇപ്പോഴും അമ്മ ഡെസ്പിൽ തന്നെയാണ്. ഇപ്പോഴും ഫോൺ ഇപ്പൊ അനിയത്തി എന്നും ദുബായിൽ നിന്ന് വിളിക്കും. അപ്പൊ ഇപ്പോഴും അച്ഛനായിട്ട് ഇവരായിട്ട് സംസാരിക്കുമ്പോൾ അച്ഛന്റെ കാര്യങ്ങളാണ് കൂടുതൽ സംസാരിക്കുന്നത്. ശ്രദ്ധിക്കായിരുന്നെങ്കിൽ കുറച്ചു കാലം നിൽക്കാമായിരുന്നു. അച്ഛൻ ഒന്ന് ശ്രദ്ധിക്കായിരുന്നെങ്കിൽ അച്ഛന് നിൽക്കാമായിരുന്നു. കാരണം അച്ഛൻ പണ്ടത്തെ കളരിയും സംഭവങ്ങളൊക്കെയാണ്. അച്ഛൻ ഒന്ന് ശ്രദ്ധിക്കായിരുന്നെങ്കിൽ അച്ഛന് ശരിക്കും ഹെൽത്തി ആയിട്ട് കുറച്ച് കാലമൊക്കെ പോകുമായിരുന്നു. ശ്രദ്ധിക്കായിരുന്നില്ല. ഇപ്പം അപ്പാർട്ട് ഫ്രം മൂവീസ് ഖത്തറിൽ ആയിരുന്നല്ലോ, അപ്പോൾ ഇപ്പം നാട്ടിലോട്ട് വന്ന് ഇനി ഇവിടെ തന്നെ സെറ്റിൽ ആകാനാണോ പ്ലാൻ? ഞാനിപ്പോ അച്ഛന് വയ്യാണ്ടായതിനു ശേഷം ഞാൻ തീരുമാനിച്ചാണ് ഇനി ഖത്തറിലേക്ക് പോകുന്നില്ല, നാട്ടിൽ തന്നെ നിൽക്കാം, വീണ്ടും സിനിമകളൊക്കെ ചെയ്യാം എന്നൊരു പ്ലാൻ. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് ഓഫർ വരണം. ഓഫർ വന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് ഓഫർ ക്രിയേറ്റ് ചെയ്യുക. അപ്പം അങ്ങനെയാണ് ഇപ്പോൾ ചെറിയൊരു പ്രൊഡക്ഷൻ ഹൗസ് തുടങ്ങിയിട്ട് നമ്മളൊരു പടം ചെയ്തത്. ഇനി കുഴപ്പമില്ല, ഇനിയിപ്പോൾ അടുത്തൊരു വർക്ക് നമ്മൾ ചെയ്യാണ്ടിരിക്കുന്നു. അപ്പോൾ പതുക്കെ ചിലപ്പോൾ എന്തെങ്കിലും ചെറിയൊരു ബിസിനസ് എന്തെങ്കിലും തുടങ്ങിയിടണം. കാരണം ഫിലിം കരിയർ ശരിക്കും പറഞ്ഞാൽ ഒരു സ്റ്റേബിൾ കരിയർ അല്ല. കാരണം മെജോറിറ്റി ഓഫ് ദ ടൈം നമുക്ക് സിനിമ ഇല്ലാത്ത സമയങ്ങളാണ് കൂടുതൽ. ഒരു സിനിമയുടെ ഷൂട്ടിംഗ് പ്രോസസ് എന്ന് പറഞ്ഞാൽ ഏറിപ്പോയി ഒരു 30 to 40 days ആണ്. ഇത് കഴിഞ്ഞാൽ അടുത്ത വർഷം മൊത്തം നമ്മൾ വെറുതെ ഇരിക്കും ചിലപ്പോൾ. അപ്പോൾ അതിന് ഇടയിൽ എന്തെങ്കിലും നമുക്ക് പറ്റിയ എന്തെങ്കിലും ഒരു ചെറിയ ബിസിനസ് അങ്ങനെ എന്തെങ്കിലും തുടങ്ങിയിടണം അങ്ങനൊക്കെ ഒരു ആഗ്രഹമുണ്ട്. പക്ഷെ ഒന്നും കറക്റ്റായിട്ടൊരു പ്ലാനിങ് ചെയ്തിട്ടില്ല. അതെ, ഇപ്പം മൂവീസ് ഒന്നും ഇല്ലാതെ യൂഷ്വലി വീട്ടിൽ ഇരിക്കുന്ന ഒരു ടൈമിൽ എന്താണ് ഈ റൂട്ടീൻ എന്തായിരിക്കും? എൻ്റെ വർക്കൊന്നും ഇല്ലാത്ത സമയത്തുള്ള എൻ്റെ റൂട്ടീൻ എന്ന് പറയുമ്പോൾ രാവിലെ നേരത്തെ എണീക്കുക, ഹാവ് എ കോഫി, വർക്കൗട്ട് ചെയ്യുക 1.5 മണിക്കൂർ, 1.5 to 2 hours. അതിൽ എൻ്റെ പ്രോപ്പറായിട്ടുള്ള ഒരു വെയിറ്റ് ട്രെയിനിങ് സെഷൻ ഉണ്ടാവും, യോഗ ഉണ്ടാവും, വാമപ്പ്, സ്ട്രെച്ചിങ് എല്ലാം ഉണ്ടാവും. അത് കഴിഞ്ഞ് കുറച്ച് നേരം മെഡിറ്റേഷൻ ഉണ്ടാവും, സാധന അതൊക്കെ അതിൽ പോവും. ഒരു 2 hours. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഐ ആം എ ബ്രേക്ക്ഫാസ്റ്റ് ബൈ 10 o'clock, 10-11 o'clock. അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും എഴുതാണ്ടെങ്കിൽ എഴുതും, വായിക്കാണ്ടെങ്കിൽ വായിക്കും, ചിലപ്പോൾ സിനിമകൾ എന്തെങ്കിലും കാണണമെങ്കിൽ കാണും, വർക്കൊന്നും ഇല്ലാത്ത സമയത്ത്. പിന്നെ ഉച്ചയ്ക്ക് ലഞ്ച് കഴിയും. ലഞ്ച് ഹെവി ലഞ്ചാണ്, അപ്പോൾ ബാലൻസ്ഡ് മീലാണ് എപ്പോഴും നോക്കുക. ഐ ഷുഡ് ഹാവ് പ്രോട്ടീൻ. എനിക്കൊരു പോർഷനിൽ ഇപ്പോൾ 3 meals a day ആണ് കഴിക്കുക. 10 o'clock, 1 o'clock, 6 o'clock. 6-ന് ഡിന്നർ ക്ലോസ് ചെയ്യും. 6-ന് ക്ലോസ് ചെയ്യും. അപ്പോൾ എൻ്റെ 8 hours വിൻഡോ, ഈറ്റിംഗ് വിൻഡോ, 16 hours ഫാസ്റ്റിംഗ് വിൻഡോ. ഓക്കെ, സ്റ്റിൽ അങ്ങനെ തന്നെയാണ്. അത് ഒരു 10-15 വർഷത്തോളമായി ഫോളോ ചെയ്യണം. അപ്പോൾ ഹെവി ലഞ്ച് ആയിരിക്കും. അപ്പോൾ അറ്റ്ലീസ്റ്റ് എനിക്ക് ഒരു മീലിൽ ഒരു 20 to 30 grams പ്രോട്ടീൻ കിട്ടണം. എനിക്ക് ഞാനിപ്പോൾ 75 kgs ആണ്. അപ്പോൾ എനിക്ക് അറ്റ്ലീസ്റ്റ് ഒരു 80 to 90 grams ഓഫ് പ്രോട്ടീൻ ഒരു ദിവസത്തെ റിക്വയർമെൻറ്റ് ഉണ്ട്. അപ്പോൾ അത് ഞാൻ 3 മീലായിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പം മോസ്റ്റ്ലി നോൺ വെജ് ഇപ്പോൾ ചിക്കൻ, ഫിഷ്, എഗ്സ് ആണ് എൻ്റെ പ്രോട്ടീൻ സോഴ്സസ്. അത് ഉച്ചയ്ക്കായിരിക്കും കൂടുതൽ ഉണ്ടാവുക. മോർണിംഗ് ഒരു 3 eggs ഉണ്ടാവും. പിന്നെ എപ്പോഴും ഡിന്നർ ഞാൻ എപ്പോഴും ഭയങ്കര ലൈറ്റായിട്ടായിരിക്കും. പൊടിയരി കഞ്ഞിയും ചെറുപയറും അങ്ങനെ എന്തെങ്കിലും ഇടും. അത് ഒരു ബോൾ കഴിക്കും. അത് മാത്രമാണ് ശരിക്കും പറഞ്ഞു. റൈസ് ഐറ്റംസ് ആണല്ലേ കൂടുതൽ? ഞാൻ ഗ്ലൂട്ടൻ കട്ട് ചെയ്തേക്കും. എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കുമല്ലോ, റൈസ് കഴിച്ചു കഴിഞ്ഞാൽ വണ്ണം വെക്കും. ഒരിക്കലും റൈസ് കാർബ്സ് ആണ്, സ്റ്റാർച്ച് ആണ്. പക്ഷെ ഉള്ളില് ഞാൻ പറയുകയാണെങ്കിൽ ഏറ്റവും നല്ല കാർബ്സ് റൈസാണ്. അപ്പൊ നമ്മൾ ചിലർ പറയില്ലേ ചപ്പാത്തിയാണ് രാത്രി കഴിക്കുന്നത്. അപ്പം ഗ്ലൂട്ടൻ സെൻസിറ്റീവ് ആണെങ്കിൽ അത് അടി കൂട്ടും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗട്ടിൽ പോയിട്ട് അതൊക്കെ ഒട്ടിപ്പിടിച്ചിരിക്കും. അപ്പൊ പ്രോപ്പർ ആയിട്ടുള്ള ഡൈജഷൻ നടക്കില്ല. അപ്പൊ ഇൻഫ്ലമേഷൻ ശരീരത്തിൽ കയറും. അപ്പൊ നമ്മൾ ഇപ്പൊ ശരീരത്തിൽ കാണുന്ന ഫാറ്റ് ശരിക്കും ഫാറ്റ് ആവണമെന്നില്ല, ഇൻഫ്ലമേഷൻ ആയിരിക്കും നമ്മൾ കഴിക്കുന്ന ഭക്ഷണം. നീര് വെച്ച പോലത്തെ അൺവാണ്ടഡ് ആയിട്ടുള്ള വാട്ടർ ഒക്കെ ഡെപ്പോസിറ്റ് ആയിക്കൊണ്ടിരിക്കുക. ഫാറ്റ് ആവണം നിർബന്ധമില്ല. അപ്പൊ ഇൻഫ്ലമേഷൻ ഇല്ലാത്ത ഫുഡ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ 6 months ഇൻഫ്ലമേഷൻ ഒക്കെ ടക്കം തുറഞ്ഞു പോകും. നമ്മൾ വർക്കൗട്ട് ചെയ്യേണ്ട കാര്യമല്ല, ഒന്നുമില്ല. അപ്പൊ എനിക്ക് എന്റെ ശരീരം വെച്ചിട്ട് ഇപ്പൊ ഒരു 8 ബില്യൺ ആൾക്കാർ ഈ പ്ലാനറ്റിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ 8 ബില്യൺ ആൾക്കാരുടെ ശരീരം യൂണീക്കാണ്. ഓരോരുത്തർക്ക് അവരുടെ ഒരാളെ ഒരു പർട്ടിക്കുലർ കാറ്റഗറിയിൽ നമുക്ക് പെടുത്താൻ പറ്റില്ല. അപ്പോൾ ഒരു വാതാപിത്ത കഫ എന്ന് ആയുർവേദിക് പറയുകയാണെങ്കിലും അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ഇപ്പോൾ എൻഡോമോഫ്, മെസോമോഫ്, എക്ടോമോഫ് എന്ന് പറയുകയാണെങ്കിലും ഒരു പർട്ടിക്കുലർ ഗണത്തിൽ ഒരു ടീമിനെ പെടുത്താൻ പറ്റില്ല. ഒന്നെങ്കിൽ അത് കൂടുതൽ, ഇത് കുറവ്, അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും ഇവർക്ക്. അപ്പോൾ അവരവരെ ശരീരം പഠിക്കാമെന്ന് ഞാൻ പറയുള്ളൂ. നിങ്ങൾക്ക് എന്താണ് ഒരു ഡോക്ടേഴ്സിന് പറഞ്ഞുതരാൻ പറ്റില്ല ഇതാണ് നിങ്ങൾക്കുള്ള പ്രോപ്പർ ഡയറ്റ് എന്ന്. ഇപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ഉണ്ട് നിങ്ങൾക്ക് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്ന ഡയറ്റ് ഏതൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി. പക്ഷെ അതും കറക്റ്റായിട്ട് കംപ്ലീറ്റ് ആയിട്ട് അവരെന്നെ പറയേണ്ടത് അത് കറക്റ്റ് ഇൻഫർമേഷൻ ആവാൻ സാധ്യതയില്ല എന്നുള്ളത്. അപ്പൊ നിങ്ങൾ ശരീരം മനസ്സിലാക്കാം, നമ്മൾ തന്നെ മനസ്സിലാക്കാം. എനിക്ക് ഗ്ലൂട്ടൻ ഇഷ്യൂ ആണ്, ഗ്ലൂട്ടൻ സെൻസിറ്റീവ് ആണ്. ലാക്ടോസ് ഇഷ്യൂ ആണ്, ഡയറി പ്രോഡക്ട്സ് ഇഷ്യൂ ആണ്.
അതുപോലെ പ്രോസസ്ഡ് ഫുഡ്, പ്രോസസ്ഡ് മീറ്റ്, പ്രോസസ്ഡ് ടിന്ന് അങ്ങനെ വരുന്ന ഫുഡ് അതൊക്കെ ഇഷ്യൂ ആണ്. ഫ്രൈഡ് ഫുഡ് ഞാൻ അങ്ങനെ കഴിക്കില്ല. പിന്നെ റിഫൈൻഡ് ഷുഗർ കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇത് 5 കാര്യങ്ങളാണ് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഡയറ്റിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടുള്ളത്. കാർബോഹൈഡ്രേറ്റ് സോഴ്സ് എൻ്റെ റൈസ് തന്നെയാണ്, ചോറ്. ഇപ്പോൾ രാവിലെ ആണെങ്കിൽ നമ്മൾ ഇഡ്ഡലി, ദോശ അങ്ങനെ എന്തെങ്കിലും, ഉച്ചയ്ക്ക് റൈസ് തന്നെ കഴിക്കും, വൈകിട്ടാകുമ്പോൾ പൊടിയരി കഞ്ഞിയും അങ്ങനെ എന്തെങ്കിലും. 3 നേരം റൈസ് തന്നെ. ഇഷ്യൂസ് ഇല്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ ഒരു ഡെയിലി റൂട്ടീൻ പോകുന്നത്. അതെ, ഇവനെ വെളിയിലോട്ട് ഇറക്കാനുള്ള പ്ലാൻ എന്തെങ്കിലും ഉണ്ടോ? കാറിന് ഇവനിറങ്ങണമെങ്കിൽ ഞാൻ തന്നെ വിചാരിക്കും. ഇവനിപ്പോൾ അച്ഛൻ മരിച്ചതിന് ശേഷം അവിടെ ഇട്ടിരിക്കുക, റെഡി ആക്കിയിട്ടില്ല. അപ്പോൾ റെഡി ആക്കി കൊണ്ടുവന്നപ്പോഴേക്കും ഇവിടെ എത്തുമ്പോഴേക്കും എൻ്റെ ബ്രേക്ക് വീണ്ടും പോയി. അപ്പോൾ അതിനൊന്ന് നന്നാക്കി എടുപ്പിക്കണം. ഫാൻസ് ഉള്ള മുതലാണല്ലോ. അതെ, അത് ചോദിച്ചു. ഇപ്പോൾ ഇവിടെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഉടനെ ആദ്യം ചോദിക്കും അംബാസഡർ കൊടുക്കണ്ടോ എന്ന് ചോദിക്കും. ഇപ്പോൾ തൽക്കാലം കൊടുക്കുന്നില്ല. അതിനൊന്ന് കുട്ടപ്പനാക്കി എടുക്കണം, പറ്റുകയാണെങ്കിലും സെറ്റാക്കി എടുക്കണം. അപ്പോൾ എന്തായാലും ചേട്ടാ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു താങ്ക്സ് എ ലോട്ട്. സ്മാർട്ട് ഫോൺ പർച്ചേസിന് ഓക്സിജൻ നൽകുന്ന ഉറപ്പ്. ഏറ്റവും കുറഞ്ഞ വില, വമ്പിച്ച കളക്ഷൻസ്, ബെസ്റ്റ് ഫിനാൻസ്, ക്യാഷ് ബാക്ക് ആൻഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ. സ്മാർട്ട് ഫോണിന് ഓൺലി ഓക്സിജൻ. Oxygen, the smartphone expert. Make every wedding unforgettable with Joya Lucas Diamond Wedding Collection. Joya Lucas, world's favorite jeweler.